Okay, thank you, Dr. Dhanesh. Thank you all doctors in English session. എല്ലാവർക്കും നമസ്കാരം. ഇന്ന് IFPHന്റെ ഇടതടവില്ലാതെ തുടർന്നു വരുന്ന മലയാളം വെബിനാറിന്റെ 2152 ദിവസമാണ്. ഇന്നത്തെ മലയാളം സെഷനിൽ നമുക്ക് അതിഥിയായി എത്തുന്നത് ഡോക്ടർ ആഷ ബി വർഗീസ്, നമ്മുടെ അമ്പാടി അമ്മയുടെ പ്രിയ പുത്രിയായിട്ടുള്ള ഡോക്ടർ ആഷ ബി വർഗീസ് ആണ്. ഡോക്ടറുടെ ക്ലാസ് കേൾക്കുന്നതിന് വേണ്ടി ഇന്ന് സൂം പ്ലാറ്റ്ഫോമിൽ എത്തിയിട്ടുള്ള എല്ലാ ബഹുമാന്യരായ ഡോക്ടേഴ്സിനെയും ഹോമിയോപ്പതി സ്നേഹികളെയും സ്റ്റുഡൻസിനെയും വളരെ സ്നേഹപൂർവ്വം ഇന്നത്തെ സെഷനിലേക്ക് സ്വാഗതം ചെയ്യുന്നു. വെൽക്കം ഡോക്ടർ ആശ വർഗീസ്, ഡോക്ടർ ഓഫ് അമ്പാടി. വെൽക്കം. ഓക്കെ, ഡോക്ടറുടെ ക്ലാസ് തുടങ്ങുന്നതിന് മുമ്പായി ഒരു നിമിഷം ഈശ്വര പ്രാർത്ഥന. നന്ദി. ഡോക്ടർ ആഷ നമുക്ക് ഒത്തിരി ക്ലാസ്സുകൾ എടുത്തിട്ടുണ്ട്. ഡോക്ടർ BHMS, MSc, CFT, കൂടാതെ സൈക്കോളജി പോസ്റ്റ് ഗ്രാജുവേഷൻ പഠനം തുടരുന്നു. അതുപോലെ തന്നെ ഡോക്ടർ നേരത്തെ മുൻ IHMയുടെ മുൻ ഡോക്ടറെ ഞാൻ അത് നോക്കി വായിക്കണേ. ഞാൻ അതാണ് പറയുന്നത്. നല്ല പഠനം കഴിഞ്ഞു. അതല്ല അത് തന്നെയാണ് ഞാൻ പറയാം ഡോക്ടറെ. കർണാടക IHMയുടെ മുൻ വൈസ് പ്രസിഡന്റ് ആയിരുന്നു. കൂടാതെ ഇതല്ലേ IHMയിലെ പ്രസിഡന്റ് ആയിരുന്നു ബാംഗ്ലൂർ യൂണിറ്റിന്റെ. അതെ, ഇപ്പോൾ കർണാടക ഐക്കൺസ് ഹോമിയോപ്പത്സ് ഭാരത എന്ന സംഘടനയുടെ വൈസ് പ്രസിഡന്റായി തുടരുന്നു. ഓക്കെ, അപ്പൊ ഇതാണ് ഡോക്ടറുടെ ഡീറ്റെയിൽസ്. ഇന്ന് ഡോക്ടർ ആഷ എടുക്കുന്ന വിഷയം എന്താണ്, ഇറഗുലറായി വരുന്ന മെൻസസും അതിന്റെ ഹോമിയോപ്പതി ചികിത്സയും എന്നുള്ളതാണ് ഇന്നത്തെ ക്ലാസിന്റെ വിഷയം. നല്ലൊരു ക്ലാസ് പ്രതീക്ഷിച്ചുകൊണ്ട് ഡോക്ടർ ആഷ ബി വർഗീസിനെ ഇന്നത്തെ സെഷനിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഡോക്ടറെ, നമുക്ക് ക്ലാസ് ആരംഭിക്കാം. താങ്ക് യു. ഒരു 2 മിനിറ്റ് പ്രയർ ടു ആർ മാസ്റ്റർ and my thanks to all the senior doctors and especially my mother. മമ്മിയുടെ ഏറ്റവും വലിയ ഫോർട്ടേ ആണ് മെൻസ്ട്രൽ ഇറഗുലാരിറ്റീസ് ആൻഡ് ഓൾ. അതാണ് ഞാൻ ഇന്ന് ക്ലാസ് എടുക്കുന്നത്. അതിലൊരു ചെറിയ ഭാഗമാണ് ഞാൻ എടുക്കുന്നത്. അപ്പൊ ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത് മെൻസ്ട്രൽ കംപ്ലയിൻസ് ആണ്. അതിലെല്ലാം കഴിയുന്നത്രയും കവർ ചെയ്യാൻ നോക്കിയിട്ടുണ്ട്. ധനേഷ് സാർ എനിക്കൊരു ചെറിയ ടൈമേ തന്നിട്ടുള്ളൂ ഇത് ക്ലാസ് എടുക്കാനായിട്ട്. അപ്പൊ ഐ ഡൺ മൈ ബെസ്റ്റ് ഐ കുഡ്. വെക്കാം, കുഴപ്പമില്ല. ഇതിന്റെ രണ്ടാം ഭാഗം നമുക്ക് വെക്കാം ഡോക്ടർ. ഓക്കെ, ഞാൻ എത്ര സ്ലൈഡ്സ് ഉണ്ടാക്കാൻ പറ്റുമൊക്കെ ചെയ്തിട്ടുണ്ട് സർ. എനിക്ക് അത് കഴിയുമ്പോൾ ഞാൻ അതിന്റെ സെക്കൻഡ് പാർട്ട് ചെയ്യാം. ഞാൻ എല്ലാം എനിക്ക് മെഡിസിൻസ് കവർ ചെയ്യാൻ പറ്റിയില്ല അതിനകത്ത്. അപ്പൊ ഞാൻ അത് കഴിഞ്ഞിട്ട് അടുത്ത ഭാഗം എടുക്കും. ഓക്കെ സർ. ഓക്കെ, മെൻസ്ട്രൽ കംപ്ലയിൻസ് ആണ്. ഒരു കാര്യം കൂടെ പറഞ്ഞോട്ടെ, ഒന്ന് സ്പീഡ് കുറച്ച് പോണേ. നമുക്ക് അപ്പൊ 2 ക്ലാസ്സിലായിട്ട് എടുക്കുന്നതുകൊണ്ട് ഡോക്ടർ ഒരു ടെൻഷനും വേണ്ട, നമുക്ക് പതുക്കെ പോകാം. 30 സ്ലൈഡ്സേ ഉള്ളൂ മാം, അതുകൊണ്ട് അത് പതുക്കെ പോകാൻ പറ്റുള്ളൂ എനിക്ക്. ഓക്കെ ഓക്കെ ഓക്കെ, ബാക്കി ഞാൻ അടുത്ത പ്രാവശ്യം ചെയ്യാം. ഞങ്ങൾ ഇത്തിരി എഴുതുന്നോണ്ട് ഓടാൻ അത്ര സ്പീഡിൽ ഓടാൻ. ഓക്കെ മാം, ഓക്കെ ഓക്കെ. 70% of women menstruate in a regular 28-day cycle. And some women may experience slightly early or delayed menstruation. Minor variations can be normal. അപ്പോൾ 70% ആൾക്കാരുടെ സൈക്കിൾ ജനറലി 28 days ആണ്. പക്ഷെ +&-5 ഇസ് കൺസിഡേഴ്സ് നോർമൽ. അത് 5 ദിവസം മുമ്പോ പിമ്പോ വന്നാലും അത് നോർമൽ ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. അതുകൊണ്ട് ആ മൈനർ വേരിയേഷൻ ആയിട്ടാണ് അതിന് കൺസിഡർ ചെയ്യാറുള്ളത്. അതിനുള്ള കോസസ് എന്തൊക്കെയാണെന്നുള്ളതാണ്. ഒന്ന്, ഹോർമോണൽ ഡിസ്റ്റർബൻസസ് ആയിരിക്കാം. നമുക്കറിയാം AMH, FSH, LH, പ്രൊലാക്റ്റിൻ ഇതൊക്കെ നമ്മൾ ആദ്യം ചെയ്യിപ്പിക്കാറുണ്ട്. TSH ചെയ്യിപ്പിക്കാറുണ്ട്. ഇതെല്ലാം നോക്കിയിട്ട് ഏതെങ്കിലും ഹോർമോണൽ ഇംബാലൻസസ് ഉണ്ടോ എന്ന് നമ്മൾ നോക്കാറുണ്ട്. രണ്ടാമതായിട്ടുള്ളത് ഇൻഫ്ലമേഷൻ ഓഫ് ദ യൂട്രസ്. യൂട്രസിനകത്തോ പുറത്തോ എന്തെങ്കിലും ഇൻഫ്ലമേഷനോ അങ്ങനെ എന്തെങ്കിലും വരുമ്പോഴും ചിലപ്പോൾ ഈ മെൻസസ് ഇറഗുലാരിറ്റീസ് വരാനുള്ള ചാൻസസ് ഉണ്ട്. യൂട്രൈൻ കൺജഷൻ ഉണ്ടാവുമ്പോൾ, പിന്നെ അബ്നോർമൽ ആയിട്ട് യൂട്രൈൻ കോൺട്രാക്ഷൻസ് ഉണ്ടാവുക, ഡിസ്മെനോറിയ പോലത്തെ കംപ്ലയിൻസ്, പിന്നെ എൻഡോമെട്രൈറ്റിസ്, ഇൻഫ്ലമേഷൻ ഓഫ് ദ എൻഡോമെട്രിയൽ ലൈനിങ്, എൻഡോസെർവിസൈറ്റിസ്, എൻഡോമെട്രിയും സെർവിക്സും അതും ഫുൾ ഇൻഫ്ലമേഷൻ ഉണ്ടായാൽ ഇതൊക്കെയാണ് സാധാരണ മെൻസസ് ഇറഗുലർ ആയിട്ട് വരാനുള്ള കാരണങ്ങൾ.
യൂട്രൈൻ ഫൈബ്രോയിഡ്സ് അടുത്ത ഒരു കോസ് ആണ്. പിന്നെ ക്യാൻസറസ് ഗ്രോത്ത് ഓഫ് ദ യൂട്രസ്. അപ്പൊ അതിന് നമ്മൾ CA 125 അങ്ങനത്തെ എല്ലാം നമ്മൾ മാർക്കേഴ്സും ചെയ്യിപ്പിക്കും, സ്കാൻ ചെയ്യിപ്പിക്കും. എന്തെങ്കിലും ബ്ലഡ് വരുന്നുണ്ട്, ബ്ലീഡിങ് ഉണ്ടാവുന്നുണ്ട്, ഇറഗുലർ ആണ്, അല്ലെ കുറെ ദിവസം വരാണ്ട് പിന്നെ വരുന്നു, അതിന്റെ കളർ, ഇതൊക്കെ നമ്മൾ നോട്ട് ചെയ്യാറുണ്ട്. കോൾഡ് ആൻഡ് ഡാംപ് എക്സ്പോഷർ, ചിലപ്പം എക്സ്ട്രീം കോൾഡിലും ആൾക്കാർക്ക് മെൻസസിന്റെ ഇറഗുലാരിറ്റി കാണാറുണ്ട്. പിന്നെ അടുത്തതുള്ളത് ഇമോഷണൽ സ്ട്രെസ് ആണ്. ആങ്കർ, ഇറിറ്റേഷൻ, ഭയങ്കര സ്ട്രെസ് ഉള്ള ജീവിതം, ഇങ്ങനെയൊക്കെ ഉണ്ടാവുമ്പോഴും സാധാരണ കാണാറുണ്ട്. മെക്കാനിക്കൽ അബോർഷൻസ്, റിപ്പീറ്റഡ് ആയിട്ട് DNC ചെയ്യുക, ഇങ്ങനെയുള്ളപ്പോഴും മിക്കവാറും എന്തെങ്കിലും മെൻസ്ട്രൽ ഇറഗുലാരിറ്റീസ് കാണാറുണ്ട്. പിന്നെ മേജർ ആയിട്ടുള്ള ഒരു ഫാക്ടർ അനീമിയ ആണ്. ചിലപ്പോൾ അവർക്ക് 5% ഒക്കെ ഉണ്ടാവുള്ളൂ, അങ്ങനത്തെ ചിലപ്പോൾ കേസസ് വരും. സ്പെഷ്യലി ഇൻ ദ വില്ലേജ് സൈഡിൽ ഞങ്ങളൊക്കെ വെൻ വി വർ ഡൂയിങ് എ ഇന്റേൺഷിപ്പ് 5% വന്നിട്ട് കുട്ടീനെയും പ്രസവിച്ച് കൊച്ചിനെ എടുത്തോണ്ട് പോണ നമ്മള് ഇറ്റ് ഇസ് കംപ്ലീറ്റ്ലി അഗേൻസ്റ്റ് വാട്ട് വി ആർ ലേണിംഗ് ഇൻ ആ മെഡിസിൻ. 5% എങ്ങനെ നിൽക്കുന്നു വെച്ചാൽ അവര് വന്ന് ഡെലിവറി ചെയ്ത് എടുത്തോണ്ട് പോണ കേസസ് പോലും നമുക്ക് ചിലപ്പം വില്ലേജ് സൈഡിൽ കാണാറുണ്ട്. പിന്നെ അടുത്തതുള്ളത് മെട്രൈറ്റിസ് ആണ്. അതൊരു യൂട്രൈൻ ഇൻഫെക്ഷൻസ് അങ്ങനെയൊക്കെ വരുമ്പോഴും സാധാരണ മെൻസ്ട്രൽ ഇറഗുലാരിറ്റീസ് കാണാറുണ്ട്. മാം ഈ സ്പീഡ് കുഴപ്പമില്ലല്ലോ? ക്ലിനിക്കൽ മാനിഫെസ്റ്റേഷൻസ് ഏതൊക്കെയാന്നുള്ളത്, ഒന്ന് അമനോറിയ. ഇപ്പൊ പല പല മെൻസ്ട്രൽ ഇഷ്യൂസ് എന്തൊക്കെയാന്നുള്ളതാണ്. ഇത്തിരിയും കൂടി പതുക്കെ പറഞ്ഞാൽ നല്ലതായിരുന്നു, സ്ലോയിൽ പറഞ്ഞാല്. ഓക്കെ. ആ മെഡിസിന്റെ പാർട്ട് വരുമ്പോ ഞാൻ ഒത്തിരി കൂടെ പതുക്കെ പറയാം. ഇതെല്ലാവർക്കും അറിയണല്ലേ? ഓക്കെ. ഇമനോറിയ അല്ലെങ്കിൽ ആബ്സെൻസ് ഓഫ് മെൻസ്ട്രേഷൻ വരാണ്ടേ ഇരിക്കണ, അതൊക്കെയാണ് പല ടൈപ്പ് ഓഫ് മെൻസ്ട്രൽ ഇറഗുലാരിറ്റീസിൽ ഏറ്റവും ആദ്യം വരുന്നത്. അമനോറിയ അല്ലെങ്കിൽ ആബ്സെൻസ് ഓഫ് മെൻസ്ട്രേഷൻ ആണ്. പിന്നെ ഉള്ളത് ഡിസ്മെനോറിയ അല്ലെങ്കിൽ പെയിൻഫുൾ ആയിട്ടുള്ള വേദനയോടുകൂടി ക്രാംസ് ഒക്കെ വരുന്ന മെൻസ്ട്രേഷൻ ആണ് രണ്ടാമത്തത്. ആ ഡിസ്മെനോറിയയിലും പല പല ടൈപ്സ് ഉണ്ട്. പിന്നെ ഉള്ളത് മെനോറേജിയ, ഹെവി മെൻസ്ട്രൽ ബ്ലീഡിംഗ് ആണ്. പിന്നെ അടുത്തത് മെനോറേജിയ ഹെവി, ആ വരുന്ന ടൈമിലുള്ള മെൻസസ് ഭയങ്കര പ്രൊഫ്യൂസ് ആയിട്ട് വരുമ്പോഴാണ് അതിന് മെനോറേജിയ എന്ന് പറയാം. പിന്നെ അടുത്തത് മെട്രോറേജിയ ആണ്. ആ ബ്ലീഡിങ് ഇൻ ബിറ്റ്വീൻ പീരിയഡ്സ്, മെൻസസ് ഇങ്ങനെ വരാൻ നേരത്ത്, നമ്മൾ മെൻസസ് കഴിഞ്ഞു പിന്നെ 10-15 ദിവസം കഴിയുമ്പോൾ ബ്ലീഡിങ് വരിക. അപ്പൊ ആ ബ്ലീഡിങ് ചിലപ്പം സ്പോട്ടിങ് ആയിരിക്കാം, ചിലപ്പോൾ നല്ല ഹെവി ബ്ലീഡിങ് ആയിരിക്കാം. എന്തായാലും അതിന് പറയുന്ന വേർഡാണ് നമ്മൾ മെട്രോറേജിയ എന്നുള്ളത്. പിന്നെ അടുത്തത് സ്കാൻറ്റി മെൻസ്ട്രേഷൻ ആണ്. സ്കാൻറ്റി മെൻസ്ട്രേഷന്റെ ഒരു കാരണം ഹീമോഗ്ലോബിൻ അനീമിക് ആവണത്. അപ്പൊ നമ്മൾ സെറം ഫെറിറ്റിൻ, HB പെർസെന്റേജ് ഇതൊക്കെ നമ്മൾ ചെക്ക് ചെയ്യണം. അടുത്തത് ഡിലേഡ് മെൻസ്ട്രേഷൻ ആണ്. ചിലപ്പോൾ നമുക്ക് മെൻസസ് വരും, പിന്നെ കുറെ ദിവസം 30-40 ഡേയ്സിന്റെ ഡിലേ ഉണ്ടാവും. കംപ്ലീറ്റ് ആബ്സെൻസ് അല്ല, പക്ഷെ ഒരു സൈക്കിള് 28 ഡേയ്സ് സൈക്കിൾ ആയിരിക്കില്ല. അല്ലെങ്കിൽ ഏർലി മെൻസ്ട്രേഷൻ, അച്ചാൽ നേരത്തെ വരിക. അറ്റ്ലീസ്റ്റ് ഒരു 28 ഡേയ്സ് സൈക്കിൾ എന്നുള്ളത് ചിലപ്പോൾ 15 ദിവസം കൂടുമ്പോൾ വരിക. ഇങ്ങനെയുള്ള മെൻസസ്. പ്രൊഫ്യൂസ് മെൻസ്ട്രൽ ഫ്ലോ ഉണ്ടാവുക, വാട്ടറി മെൻസ്ട്രൽ ഡിസ്ചാർജസ്, പ്രൊലോങ്ഡ് മെൻസ്ട്രൽ ബ്ലീഡിങ്, ചിലപ്പം 30, 40, 45, 50 ദിവസമൊക്കെ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ബ്ലീഡ് ചെയ്യണ ആൾക്കാർ നമുക്ക് കേസസ് വരാറുണ്ട്. ഓക്കെ, ഇത് കുറച്ച് മെഡിസിൻസ് ആണ് ആദ്യം പറയണത്. അത് കഴിഞ്ഞിട്ട് പിന്നെ മെൻസസ് ഓരോ മെഡിസിന് ഡീറ്റെയിൽ ആയിട്ട് പറയാം. മെൻസസ് ബിഫോർ പ്രോപ്പർ ഏജ് വരിക. പൊതുവെ നമ്മൾ പണ്ടൊക്കെ ആണെങ്കിൽ ഒരു 15 ഇയേഴ്സ് ഒക്കെ ആയിരുന്നു പ്രോപ്പർ ഏജ് ആയിട്ട് പറയുന്നത്. അത് പിന്നീട് 12 ആയി. പിന്നെ അത് കഴിഞ്ഞ് ഇപ്പം 10, 9, 8 വരെ വന്നിട്ടുള്ള കേസസ് ഉണ്ട്. എനിക്കൊരു പേഷ്യന്റ് മദർ, ആ പുള്ളിക്കാരത്തി ഓടി വന്നിട്ട് ആ കുട്ടിക്ക് 9 ഇയേഴ്സിൽ തന്നെ മെൻസസ് വന്നു എന്നുമുണ്ട് ഓടി വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിന് പല കാരണങ്ങളുണ്ട്. അതിൽ ഒരു കാരണം ഉള്ളത്, ഒരു മിനിറ്റ് ഹോൾഡ് ചെയ്യണേ മാം, സോറി. അപ്പം പണ്ടൊക്കെ ആണെങ്കിൽ ഞാൻ പറഞ്ഞ മാതിരി ഒരു കേസ് ഉണ്ടായിരുന്നു, ഒരു 8 ഇയേഴ്സ് ആയപ്പോൾ തന്നെ അവർക്ക് മെൻസസ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ അങ്ങനെയുള്ള കേസസ് നിറയെ നമുക്കിപ്പോ കാണാറുണ്ട്. അത് മിക്കവാറും നമ്മൾ ഈ ഹോർമോൺ ഉള്ള ചിക്കൻ കഴിക്കുക, അല്ലെങ്കിൽ നോൺ വെജ് ഒത്തിരി കഴിക്കുക, സിഡൻറ്ററി ലൈഫ് സ്റ്റൈൽ കുട്ടികൾ ഒട്ടും എക്സസൈസ് ചെയ്യാണ്ടിരിക്കുക,
പണ്ടൊക്കെ യുനോ അരി ആട്ടിക്കുക അല്ലെങ്കിൽ അരക്കിപ്പിക്കുക. നമ്മള് പണ്ടത്തെ കുട്ടികള് എപ്പോഴും ജമ്പിങ് റോപ്പ് കുറെ കളിക്കുമായിരുന്നു. ശരിക്കും പറയുകയാണെങ്കിൽ കാലിന്റെ അടിയിൽ ഒരു പ്രഷർ പോയിന്റ് ഉണ്ട്. ആ മെൻസ്ട്രേഷൻ നമ്മൾ കറക്റ്റ് ടൈമിൽ വരാൻ പറ്റിയ ഒരു അതിനുള്ള ഒരു പ്രഷർ പോയിന്റ് അല്ലെങ്കിൽ അക്യുപ്രഷർ പോയിന്റ് കാലിന് അടിയിലുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഈ നമ്മൾ ഈ എന്താ പറയാ ഡാൻസ് കളിക്കല്ലേ, ഭരതനാട്യം കഴിക്കാൻ നേരത്തെ അരമണ്ടിയിൽ ഇരിക്കുക, ആ കാലിന്റെ വിരലുകളിൽ മാത്രം നിൽക്കുക. പിന്നെ ജമ്പിങ് റോപ്പ്, ജമ്പിങ് ജാക്സ്, ഇതൊക്കെ നല്ലതാണ് യൂഷ്വലി ആ മെൻസസ് വരാനായിട്ട്. അപ്പൊ ഈ കുട്ടികളോടൊക്കെ ഇങ്ങനത്തെ എക്സസൈസ് ഒക്കെ ചെയ്യാനും പറയുക. അപ്പൊ ആ സമയമുള്ള മെഡിസിൻസ് എന്തൊക്കെയാന്ന് വെച്ചാല് ആന്റിയം ക്രൂഡ് ആണ്. ഇപ്പൊ അവർക്ക് അറിയാം ഭക്ഷണത്തോട് ചിലപ്പോൾ നല്ല പ്രിയമായിരിക്കും ആ കുട്ടികൾക്ക്. പിന്നെ പിക്കിൾസിനോടൊക്കെ ക്രേവിംഗ് ആയിരിക്കും. പിന്നെ ഓരോ മെഡിസിൻ ആയിട്ട് നമുക്ക് പിന്നെ എക്സ്പ്ലെയിൻ ചെയ്യാം. കൽക്കേരിയ കാർബ് അടുത്ത മെഡിസിൻ ആണ്. കൽക്കേരിയ ഫോസ് ഉണ്ടാവും. കാർബോ വെജ് ഒരു മെഡിസിൻ ആണ്. ചൈന, കോക്കുലസ്, ഇപ്പിക്കാക്, റസ്റ്റോക്സ്, സബീന, സൈലീഷ്യ, വെരാട്രമാൽ, ഇതൊക്കെ മെൻസസ് ബിഫോർ ഏജ് വരാനുള്ള ടെൻഡൻസി കാണിക്കുന്ന കുട്ടികൾക്ക് കൊടുക്കാൻ പറ്റിയ ഒരു മരുന്നാണ്. പിന്നെ ഒത്തിരി ഡിലേ ആയിട്ട് മെൻസസ് വരുമ്പോഴും ബുദ്ധിമുട്ടാണ്. അവർ 15, 16, 17, 18 വയസ്സായിട്ടും വരാണ്ടിരുന്നു കഴിഞ്ഞാൽ അതിന് കൊടുക്കാൻ പറ്റിയ കുറച്ച് മെഡിസിൻസ് ആണ് എലക്ട്രിസ്. പിന്നെ എലക്ട്രിസ് ഒരു യൂട്രൈൻ ടോണിക് ആയിട്ടാണ് നമ്മൾ കൊടുക്കുക. പിന്നെ ഉള്ളത് എപ്പിസ്. കൽക്കേരിയ ഫോസ് രണ്ടിടത്തും അത് യൂഷ്വലി ഡിസ്ക്രേഷ്യാസ് ഹെൽപ്പ് ചെയ്യും കൽക്കേരിയ ഫോസ്. പിന്നെ ഉള്ളത് കോസ്റ്റിക്കം ആണ്. സിമിസിഫുഗ, കൊണിയം, ഡൾ ക്യാമറ, ഫെറംഫോസ്, ജെൽസീമിയം, ഗ്ലോണൈൻ, ഗ്രാഫ്, ഹെലിബോറസ്, ഇഗ്നീഷ്യ, കാലി കാർബ്, കാലി മൂറ്, കാലി ഫോസ്, മെഗ്നീഷ്യം കാർബ്, നാട്രം മൂർ, നക്സ് മോസ്ചാറ്റ, പൾസെറ്റ്ല. ഇതൊക്കെയാണ് പൊതുവെ സ്കാൻറ്റി അല്ലെങ്കിൽ ടാഡി എന്ന് പറയുമ്പോൾ ഡിലേഡ് ആയിട്ടുള്ള മെൻസസ്, അല്ലെങ്കിൽ ആ വരുന്ന മെൻസസ് അധികം നന്നായിട്ട് വരുന്നില്ല എന്നുണ്ടെങ്കിലും നമുക്ക് ഈ മെഡിസിൻസ് ഒക്കെ വളരെ ഹെൽപ്ഫുൾ ആവും. പിന്നെ അടുത്തത് ടോപ്പിക് പിന്നെ മെനോറേജിയ എന്നാണ്. മെനോറേജിയ എന്ന് പറയുമ്പോൾ അതൊരു റെഗുലർ മെൻസ്ട്രൽ പീരിയഡ് വിത്ത് എക്സസീവ് ബ്ലഡ് ലോസ് ഓർ പ്രൊലോങ് ഡ്യൂറേഷൻ, രണ്ടിനും നമ്മൾ മെനോറേജിയ എന്ന് പറയാം. ആ വരുന്ന മെൻസസ് കറക്റ്റ് ടൈമിലായിരിക്കും വരുന്നുണ്ടാവുക. പക്ഷെ അത് ഭയങ്കര ഹെവി ആയിട്ടുള്ള ബ്ലഡ്, ചിലപ്പോൾ ക്ലോട്ട്സ് ഉണ്ടാവും, അല്ലെങ്കിൽ അത് കുറേ ദിവസത്തേക്ക് നീണ്ടു നിൽക്കുക. ക്ലിനിക്കൽ ഫീച്ചേഴ്സ് ബ്ലീഡിംഗ് ലാസ്റ്റിംഗ് മോർ ദാൻ 7 days. അപ്പം മോർ ദാൻ 7 days നിൽക്കുക. സോക്കിംഗ് 1 or more pads or tampons every hour for several hours. എന്ന് വെച്ചാൽ ഒത്തിരി ബ്ലീഡിങ്, വലിയ പാഡൊക്കെ ഫുള്ളായിട്ട് നിറയെ 1 hour കൊണ്ട് തന്നെ അവർ ബ്ലീഡ് ചെയ്യുക. പിന്നെ പാസിംഗ് ലാർജ് ക്ലോട്ട്സ്. പിന്നെ അതിന്റെ കൂടെ ഇത്രയൊക്കെ ഉണ്ടാവുമ്പോൾ നാച്ചുറലി അതിന്റെ കൂടെ അനീമിയ ഉണ്ടാവും, വീക്ക്നെസ് ഉണ്ടാവും, ഫെറ്റീഗ് ഉണ്ടാവും, ചിലപ്പോൾ ഡിസീനെസ്സും, ചിലപ്പോൾ ചിലവർക്ക് വളരെ എക്സ്ട്രീം കേസസ് ഓഫ് അനീമിയയില് ഷോർട്ട്നെസ് ഓഫ് ബ്രെത്ത് ഉണ്ടാവും. അതൊരു സിംറ്റം ഓഫ് അനീമിയ ആണ്. ഷോർട്ട്നെസ് ഓഫ് ബ്രെത്ത് അല്ലെങ്കിൽ ശ്വസിക്കാൻ ബുദ്ധിമുട്ടുള്ള അങ്ങനെ അവസ്ഥയും വരാറുണ്ട്. മെനോറേജിയക്കുള്ള കുറച്ച് മെഡിസിൻസ് ആണിത്. അലട്രിസ് ഉണ്ട്, അലോസ്, അമോണിയം കാർബ്, അമോണിയം മ്യൂർ ആണ്, ചില ഇത് തെറ്റിയിട്ടുണ്ട്. ആർസാൽപ്, ബെല്ലഡോണ, ബൊറാക്സ്, കാക്ടസ്, കൽക്കേരിയ കാർബ്, കനാബിസ് ഇൻഡിക്ക, കാന്താരിസ്, കാർബോവെജ്, കോളോഫൈലം, കമോമില, ചൈന, സിനമൻ. സിനമന്റെ ഡീറ്റെയിൽസ് ഈ പ്രാവശ്യം തന്നെ പറഞ്ഞുതരാം. കോക്കുലസ്, കോഫിയ ക്രൂഡ. ചിലപ്പോൾ ഇങ്ങനെ ഭയങ്കര ന്യൂസ് ഒക്കെ കേട്ട് കഴിയുമ്പോൾ ചില കുട്ടികൾ ബാഡ് ന്യൂസോ എന്തെങ്കിലും എക്സ്ട്രീം ന്യൂസസ് ഒക്കെ വരുമ്പോൾ അവർക്ക് അങ്ങനെ ഉണ്ടാവാറുണ്ട്. പിന്നെ ക്രോക്കസ് സറ്റൈവ, സൈക്ലമെൻ, ഡിജിറ്റാലിസ്, എറിജറോൺ, ഫെറംഫോസ്, ഫീക്കസ്, ജെറാനിയം മാക്, ഹെമമാലിസ്, ഹെലോനിയസ്, ഇപ്പിക്കാക്, ജെനോഷ്യ അശോക, ക്രിയസോട്ടം, മില്ലിഫോളിയം, മ്യൂറെക്സ്, നൈട്രിക് ആസിഡ്, നക്സോമിക്ക, പ്ലാറ്റിന, പ്ലംബം മെറ്റാലിക്കം, സബീന, സിക്കലിക്കോർ,
Sedum telefium, sepia, stannum metallicum, Thalapsy bursa, Trillium, Eustylago, പിന്നെ Xanthosylum. അടുത്തുള്ളത് intermittent bleeding ആണ്. Intermittent flow of menses എന്ന് പറയുമ്പോൾ bleeding that starts and stops repeatedly with intervals in between. വരിക 2-3 ദിവസം കഴിയുമ്പോൾ പിന്നെയും വരിക ഇതിനാണ് intermittent flow of menses എന്ന് പറയാ. അതിന് Ambragracia, Apis, Apocynon, Argentum nitricum, Calcarea carb ഉണ്ട്, Calcarea fos ഉണ്ട്, Colophyllum, Simicifuga, Cocculus, Cyclamen, Ferrum fos, Graphitis, Helonius, Ignitia, Iodum. Iodum നമുക്കറിയാം ടിപ്പിക്കലി ഭയങ്കര മെലിഞ്ഞ കുട്ടികളൊക്കെ ആയിരിക്കും. പിന്നെ ഈ ഹെലോണിയസ് ഇതിൽ കുറെ നമുക്ക് ഹിസ്റ്ററിക്കൽ ആയിട്ടുള്ള ചില പേഴ്സണാലിറ്റീസ് ഉണ്ടാവാറുണ്ട്. നേരത്തെ ഉള്ള ജെറാമിയം മാക്യുലേറ്റത്തിന്റെ പ്രൊഫ്യൂസ് യൂട്രൈൻ ഹെമറേജ് ഉണ്ടാവും ജെറാമിയത്തില്. അതിന്റെ കൂടെ തന്നെ മെനോറേജിയം മെട്രോറേജിയം കവർ ചെയ്യും. പിന്നെ സിഡം ടെലിഫിയം, അതും ഈ പറഞ്ഞ മാതിരി ഡാർക്ക് പാസീവ് ഹെമറേജ് ആയിരിക്കും സിറം ടെലിഫിയത്തിന്. പിന്നെ ഉള്ളത് ട്രില്ലിയം, അറിയാതെ ബ്രൈറ്റ് റെഡ് ആണ്. മില്ലിഫോളിയം ബ്രൈറ്റ് റെഡ് ആണ്. പിന്നെ നെക്സ്റ്റ് മില്ലി ലോട്ടസ്, ഇതിന് വിക്കേരിയസ് മെൻസസ് ഉണ്ടാവും. ഹെഡേക്കും നോസ് ബ്ലീഡ് ഒക്കെ ഉണ്ടാവാറുണ്ട്. മെട്രോറേജിയ, ബ്രൈറ്റ് റെഡ് യൂട്രൈൻ ഹെമറേജ്, ഇതൊക്കെ സാധാരണ മില്ലി ലോട്ടസിൽ ഉണ്ടാവാറുണ്ട്. പിന്നെ ഉള്ളത് ട്രില്ലിയം, യൂസ്റ്റിലാഗോ, Xanthosylum. Eustylago ഒക്കെ usually it is a good medicine even during menopause also. Okay, shall I go to the next slide, ma'am? Okay. പിന്നെ ഉള്ളത് endometritis ആണ്. അത് inflammation of the endometrium. Endometritis എന്ന് പറയുമ്പോൾ inflammation ആണ്. അത് endometrial lining-ന്റെ inflammation ആണ്. The inner lining of the uterus. One of the causes, ഒരു കാരണം എന്ന് പറയുന്നത് ബാക്ടീരിയൽ ഇൻഫെക്ഷൻ ആണ്. പോസ്റ്റ്പാർട്ടം എൻഡോമെട്രൈറ്റിസ്, ചൈൽഡ് ബർത്ത് കഴിഞ്ഞ് വരുന്ന എൻഡോമെട്രൈറ്റിസ്, മിസ്കാരേജ് അല്ലെങ്കിൽ അബോർഷൻ കഴിഞ്ഞിട്ടുണ്ടാവണത്, DNC കഴിഞ്ഞിട്ടുണ്ടാവണ ഇൻഫെക്ഷൻസ്, ചില PIDs, ദാറ്റ് ഇസ് പെൽവിക് ഇൻഫ്ലമേറ്ററി ഡിസീസസിൽ കാണുന്നത് എൻഡോമെട്രൈറ്റിസ് അല്ലെങ്കിൽ ഇൻഫ്ലമേഷൻ ഓഫ് ദ എൻഡോമെട്രി ഉണ്ടാവും. അതിന്റെ സാധാരണയുള്ള സിംറ്റംസ് എന്താ വെച്ചാല് ലോവർ അബ്ഡമിനൽ പെയിൻ ഉണ്ടാവും, പെൽവിക് പെയിൻ ഉണ്ടാവും, ഫീവർ ഉണ്ടാവും, ഫൗൾ സ്മെല്ലിംഗ് വെജൈനൽ ഡിസ്ചാർജസ് ഉണ്ടാവും, പിന്നെ അബ്നോർമൽ യൂട്രൈൻ ബ്ലീഡിംഗ് ഉണ്ടാവും, യൂട്രൈൻ ടെൻഡർനെസ് ഉണ്ടാവും. ഇതൊക്കെയാണ് ചില സിംറ്റംസ് എന്ന് പറയത്തക്ക വിധത്തിലുള്ളത് എൻഡോമെട്രൈറ്റിസിന്റെ. അതിന്റെ മെഡിസിൻസ് അക്കനൈറ്റ് ക്യാൻ ബി യൂസ്ഡ്. എൻഡോമെട്രൈറ്റിസ് തുടക്കം വരുമ്പോ തന്നെ ആദ്യത്തെ ഒരു സ്റ്റേജിൽ അക്കനൈറ്റ് ഉപയോഗിക്കാം. പിന്നെ എപ്പിസ് മെല്ലിഫിക്ക ഇസ് അനദർ വൺ വിച്ച് ഇസ് വെരി ഗുഡ് ഫോർ എൻഡോമെട്രൈറ്റിസ്. യൂഷ്വലി ഇൻഫ്ലമേഷൻ ഉണ്ട് എന്നൊക്കെ പറയുമ്പോൾ, എരിച്ചിലുണ്ട്, പുകച്ചിലുണ്ട് എന്നൊക്കെ പറയുമ്പോൾ അത് എപ്പിസ് ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. പിന്നെ ഈ DNC കഴിഞ്ഞിട്ട് എന്തെങ്കിലും മെക്കാനിക്കൽ ഇത് കഴിയുമ്പം ആർണിക്ക ഉപയോഗിക്കാറുണ്ട്. ആൻഡ് വൺ മോർ തിങ് ഓഫ് ചോയ്സ് ഇതിലില്ല, സ്റ്റാഫിസാഗ്രിയ ഓൾസോ ഇസ് ജനറലി ഗിവൻ ആഫ്റ്റർ എനി സർജറി ഓർ എനി മെക്കാനിക്കൽ ഇന്റർവെൻഷൻ. പിന്നെ ഉള്ളത് ബെല്ലഡോണയാണ്. ബെല്ലഡോണ നമുക്ക് എല്ലാവർക്കും അറിയാം, ബ്രൈറ്റ് റെഡ് ആയിരിക്കും, ഹീറ്റ് ഉണ്ടാവും, ഫീവർ ഉണ്ടാവും. പിന്നെ ബൊറാക്സ് ഉണ്ട്. ബൊറാക്സ് ഈ പറഞ്ഞ മാതിരി ചൂട് ലൂക്കോറിയ ഒക്കെ ആയിരിക്കും. കൽക്കേരിയ കാബ് ഡിപ്പെൻഡിങ് ഓൺ ദ കോൺസ്റ്റിറ്റ്യൂഷൻ. കാന്താരിസ് അഗൈൻ ബേണിംഗ് ഉണ്ടാവും. പിന്നെ സിമിസിഫുഗ ഉണ്ട്, ചൈന ഉണ്ട്, നല്ല ക്ഷീണം ഉണ്ടാവും. കോണിയം, ജെൽസീമിയം ഓൾസോ വി നോ ഗ്രേറ്റ് വീക്ക്നെസ് ഉണ്ടാവും. ഗ്രാഫൈറ്റിസ് അലോങ് വിത്ത് വീക്ക്നെസ്സും ഉണ്ടാവും. പിന്നെ ചിലപ്പോൾ ചൊറിച്ചിലൊക്കെ ഉണ്ടാവും ഗ്രാഫൈറ്റിസില്. ഹെലോണിയസ്. പിന്നെ ഉള്ളത് ഹൈഡ്രാസ്റ്റിസ്. ഇത് വൺ ഓഫ് ദ ബെസ്റ്റ് മെഡിസിൻസ് ആണ് ഫോർ എനി കൈൻഡ് ഓഫ് പെൽവിക് ഇൻഫെക്ഷൻസ്. അയഡം അഗൈൻ ഡിപ്പെൻഡിങ് ഓൺ ദ കോൺസ്റ്റിറ്റ്യൂഷൻ. കാലി ബൈക്ക് ഉണ്ട് അടുത്തത്. കാലി കാർബ്,
ക്രിയോസോട്ടം, ഫോസ്ഫറസ് കൈൻഡ് ഓഫ് കോൺസ്റ്റിറ്റ്യൂഷൻ ആണ്, കുറച്ചും കൂടെ വണ്ണുണ്ടാവും, അവർക്ക് ഫൗൾ ഡിസ്ചാർജ് ഉണ്ടാവും, പിന്നെ ഇച്ചിങ് ഓഫ് വെജൈന ഒക്കെ ഉണ്ടാവുമ്പോൾ അത് നല്ലതാണ്. പിന്നെ ലാക്കസിസ് ഇതേമാതിരി തന്നെ പ്രൊഫ്യൂസ് ബ്ലീഡിങ് ഉണ്ടാവും. മ്യൂറെക്സ് ഉണ്ട് അടുത്തത്. പിന്നെ ഉള്ളത് ആസിഡ് ഫോസ് ആണ്, പൾസെറ്റ്ല, സബീന. സബീന ഒട്ടുമിക്ക ബ്ലീഡിങ് ഡിസോർഡേഴ്സിനും നല്ലൊരു മെഡിസിൻ ആണ്. സിക്കലിക്കോറ് ഈ പറഞ്ഞ മാതിരി ഫൗൾ ഡിസ്ചാർജ് സ്മെല്ലൊക്കെ വരുന്നുണ്ടെങ്കിൽ സിക്കലിക്കോറ് നല്ലൊരു മെഡിസിൻ ആണ്. അടുത്തത് ടിലിയ ആണ്. ടിലിയ യൂറോപ്പിയ അല്ലെങ്കിൽ ടിലിയ ടൊമറ്റോസ ഉണ്ട്, രണ്ടും ഉണ്ട്. രണ്ടിലും ഡിസ്മെനോറിയ ഉണ്ട്, അല്ലെങ്കിൽ പെയിൻഫുൾ മെൻസസ് ഉണ്ടാവാറുണ്ട്. പിന്നെ ഇവര് രണ്ടുപേരും ഒരു നെർവസ് എക്സൈറ്റബിൾ പേഷ്യൻസ് ആണ്. അവർ വേഗം നെർവസ് ആവുന്ന ഒരു പേഷ്യൻസ് ആണ് ഈ ടീലിയക്കാര്. ഏകദേശം നമുക്ക് കണ്ടാൽ നമുക്ക് അവരുടെ ആങ്സൈറ്റി ഒക്കെ കാണുമ്പോൾ ചിലപ്പോൾ നമുക്ക് ആർസ് ആൽബോ പോലെയൊക്കെ തോന്നും. അതാണ് ഈ ടീലിയ. പിന്നെ ഉള്ളത് യൂസ്റ്റിലാഗോ. അടുത്തത് വെറാട്രമാൽബ ആണ്. മെട്രോറേജിയ, ബ്ലീഡിംഗ് ഫ്രം ദ യൂട്രസ് ബിറ്റ്വീൻ മെൻസ്ട്രൽ പീരിയഡ്സ്. മെൻസസിന് ഇടയ്ക്ക് 10-15 ദിവസം കൂടുമ്പോൾ 2-3 സ്പോട്ടിങ് വന്നു എന്ന് പറയണത് അതാണ് മെട്രോറേജിയ. അല്ലെങ്കിൽ കുറച്ച് ബ്ലീഡിങ് വന്നു, അത് നല്ല ഹെവി ആവണമെന്ന് പോലും ഇല്ല. Key features: irregular timing occurs between expected menstrual cycles, may be light spotting or heavy bleeding. ഒന്നെങ്കിൽ ലൈറ്റ് ആയിട്ടുള്ള സ്പോട്ടിംഗ് ആയിരിക്കാം, അല്ലെങ്കിൽ ഹെവി ബ്ലീഡിംഗും ആയിരിക്കാം. മെൻസ്ട്രൽ ഫ്ലോ ഇറ്റ്സെൽഫ് മേ അതർവൈസ് ബി നോർമൽ. എല്ലാ മാസം 28 ദിവസം കൂടുമ്പോൾ വരുന്നുണ്ട്. 28 to 30 days സൈക്കിൾ ഒക്കെ വരുന്നുണ്ട്. പക്ഷെ ഇൻ ബിറ്റ്വീൻ ദ മെൻസസ് കുറച്ച് സ്പോട്ടിംഗ് വരുന്നുണ്ട് ഡോക്ടർ എന്ന് പറയുകയാണെങ്കിൽ ഇത് നല്ലൊരു മെഡിസിൻ ആണ്. മെട്രോറേജിയക്ക് my mother has given me this tip. I don't know whether she recalls. Ferrum-Phos 6X കണ്ടിന്യൂസ് ആയിട്ട് കൊടുക്കുന്നത് വളരെ വിശേഷപ്പെട്ട ഒരു മെഡിസിൻ ആണ് ഇതിന്റെ സമയത്ത്. മെട്രോറേജിയക്കുള്ള മെഡിസിൻസ് ആംബ്രാഗ്രേസിയ, എപ്പിസ് മെല്ലിഫിക്ക, അമോണിയം ആർസ്, ബെല്ലഡോണ, ബോവിസ്റ്റ, കാക്ടസ്, കൽക്കേരിയ കാബ്, കോളോഫൈലം, കമോമില, സിനമൻ, ക്രോക്കസ്, എറിജെറോൺ, Ferrum metallicum, Ferrum-Phos, I have said, Hamamelis, Helonius, Hydrastis, Ipecac, J. Ashoka, Creosotum, Lachesis, Lilium tig, nitric acid, Nux vomica, Platina, Plumbum metallicum. മെട്രോറേജിയയുടെ കൂടെ ചിലവർക്ക് കോൺസ്റ്റിപ്പേഷൻ ഉണ്ടാവും. അപ്പൊ സ്ട്രെയിൻ ചെയ്യുമ്പോൾ വരുന്നു എന്ന് പറയുമ്പോൾ നമുക്ക് പ്ലംബം മെറ്റാലിക്കം, സെപ്പിയ, അലോസ് ഇതിനൊക്കെ നമുക്ക് ആലോചിക്കാം എപ്പോഴും. പൈറോജൻ, സബീന, സെപ്പിയ, സ്ട്രമോണിയം, തെലാക്സിബേഴ്സ, ട്രിലിയം, യൂസ്റ്റിലാഗോ, വിസ്കമാൽ. ഞാൻ സ്ലൈഡ് ചേഞ്ച് ചെയ്യട്ടെ? ഓക്കെ. ആരും കമന്റ് ഒന്നും പറയുന്നില്ല, എഴുത്തൊന്നും വന്നിട്ടില്ല. സാധാരണ എന്റെ എക്സ്പ്രസ് ട്രെയിൻ ജേർണി എല്ലാരും പറയണതാണ്, ശരിയാണ്. ഓക്കെ, I'll go to the next one. അപ്പൊ സപ്രസ്ഡ് മെൻസസ് കൊടുക്കാൻ പറ്റിയ ചില മരുന്നുകളാണിത്. അക്കനൈറ്റ്, എന്തെങ്കിലും ഒരു സഡൻ ഫിയർ ആയിട്ട് സപ്രസ് ആവുക, അങ്ങനെയൊക്കെ എന്തെങ്കിലും സഡൻ ആയിട്ട് പനി വരുമ്പോ സപ്രസ് ആവുക, ഇതിനൊക്കെ അക്കനൈറ്റ് നല്ലൊരു മെഡിസിൻ ആണ്. Alletris can be thought of, as I said, like as a uterine tonic ആയിട്ട്. Alumina, Apis mellifica, Bryonia, Caulophyllum, Chamomilla, Chionanthus, Simicifuga, Cocculus, Conium, Crocus, Cyclamen, Dulcamara. Change of weather, തണുത്ത വെതറിൽ ചിലപ്പോൾ മെൻസസ് വരില്ല എന്ന് പറയില്ലേ, അതിന് യൂഫ്രേഷ്യ, ജെൽസീമിയം, ഗ്ലോനൈൻ, ഗ്രാഫ്, ഹെലിബോറസ്, ഹെലോനിയസ്, ഇഗ്നീഷ്യ, J. Ashoka, Kali Carb, Kali Moor, Kali Phos, Kali Sulf, Lachesis, Lilium tig, Magnesium Carb, Melilotus, Natrum Moor, Nux moschata. ഒരു കേസ് നക്സ് മോസ്ചാറ്റ കൊടുത്തിട്ടുള്ള ഒരു കേസ് ഉണ്ട്. ആ കൊച്ച് അവിടെ വരുമ്പം അതിങ്ങനെ ഇരുന്ന് ഇങ്ങനെ തൂങ്ങി പോവുമായിരുന്നു.
അപ്പൊ ആ കുട്ടിക്ക് നക്സ് മോസ്റ്റാട്ട പിന്നെ വേറെ കുറച്ച് ഇതും കൂടെ സിംറ്റംസും കൂടെ വന്നിട്ട് നക്സ് മോസ്റ്റാട്ട കൊടുത്തിട്ട് നല്ല ഡിഫറൻസ് വന്നിട്ടുണ്ട് ആ കുട്ടിക്ക്. ഒളിയം ആനിമാലിസ് ഇതും ഈ പറഞ്ഞ മാതിരി എമനോറിയ നെർവസ് ഷോക്സ് കൊണ്ട് ഉണ്ടാവുന്നതാണ് ഒളിയം ആനിമാലിസില്. പിന്നെ ഓപ്പിയം, പ്ലാറ്റിന, പൾസെറ്റ്ല, സിക്കലിക്കോർ, സെനീഷ്യോ പൊട്ടൻസി വേണം കൊടുക്കാനായിട്ട്, അതാ കുറച്ചും കൂടെ സേഫ്. സെപ്പിയ, സൾഫർ, യൂസ്റ്റിലാഗോ, വെറാട്രം, വെറിഡേ, ഫീവറും ഒക്കെ വന്നു കഴിഞ്ഞ് സപ്രസ് ആവുകയാണെങ്കിൽ ഇതിനെപ്പറ്റി ആലോചിക്കാം. Viburnum opulus, xanthosylum. Xanthosylum is a very wonderful medication for dysmenorrhea also. Okay, shall I go to the next one, ma'am? ഓക്കെ. ആരെങ്കിലും ആരെങ്കിലും എഴുതി തീരാതെ ഉണ്ടോ എന്തോ? കമന്റുകളൊന്നും പറഞ്ഞില്ല. ഓക്കെ, ഒന്നും കാണുന്നില്ല മാം. ഞാൻ go to the next slide. ഓക്കെ. ചാറ്റ് ബോക്സിലൊന്നും ഒന്നും വന്നിട്ടില്ല. Okay. എന്തായാലും എഴുതാൻ പറ്റും. കംപ്ലീറ്റ് ചെയ്തെന്നു. ഓക്കെ ആണെന്നാ വന്ന്. ഓക്കെ, ഫൈൻ. പിന്നെ അടുത്തത് ത്രെട്ടൻ അബോർഷൻസിൽ കൊടുക്കാൻ പറ്റിയ മെഡിസിൻസ് ആണിത്. അക്കനൈറ്റ്, ആർണിക്ക, ബെല്ലഡോണ, കോളോഫൈലം, ചൈന, ഹെലോനിയസ്. അപ്പൊ ചിലർക്ക് മെൻസസ് വരും. ഇത് മില്ലിഫോളിയോ ആണ്, MILLER എന്നായിപ്പോയി. സബീന, സിക്കലിക്കോർ, ട്രില്ലിയം, വൈബർണം ഓപ്പുലസ്. ത്രെട്ടൻ അബോർഷൻ എന്ന് പറയുമ്പോൾ മെൻസസ് ഇറഗുലാരിറ്റീസിൽ തന്നെ പെടുന്ന ഒരു ഇതായതുകൊണ്ടാണ് ഞാൻ ഈ മെൻസസിന്റെ കൂടെ തന്നെ ഇട്ടത്. അവർക്ക് ആ മെൻസസ് ഇടയ്ക്ക് വന്നിട്ട് അവർക്ക് കൺസീവ് ചെയ്യാൻ പറ്റില്ല എന്നുള്ളത് ഇങ്ങനത്തെ മെഡിസിൻസ് വളരെ വിശേഷമാണ്, എസ്പെഷ്യലി ട്രില്ലിയം, സിക്കലിക്കോറും മില്ലിഫോളിയോ ഒക്കെ. പിന്നെ മിസ്കാരേജ് ഫ്രം ഡെബിലിറ്റി, വീക്ക്നെസ് കാരണം അവരുടെ യൂട്രസ് താങ്ങില്ല, അല്ലെങ്കിൽ അത് കാരണം ക്ഷീണം കാരണം ഒക്കെ മിസ്കാരേജ് വരികയാണെങ്കിൽ അക്കനൈറ്റ്, അലട്രിസ്, ബെല്ലഡോണ, ചൈന, ഹെലോണിയസ്, സബീന, ട്രില്ലിയം, വൈബർണം ഓപ്പുലസ്. ബ്രൈറ്റ് റെഡ് ബ്ലഡ് ഗഷിംഗ് ഔട്ട് ഫ്രം ലീസ്റ്റ് എക്സേർഷൻ, ഒരു ചെറിയ ഒന്ന് അനങ്ങുമ്പോ തന്നെ വല്ലാണ്ട് ബ്രൈറ്റ് റെഡ് ബ്ലഡ് വരുന്ന ഒരു ഇതില്. എപ്പിസ്, ബോവിസ്റ്റ, കാൽക്കേരിയ ഫോസ്, കമോമില്ല, ചൈന, സിനമൻ, എരിജറോൺ, യൂപ്പിയോൺ, പെരംഫോസ്. യൂപ്പിയോണിൽ ഇത് പറഞ്ഞ മാതിരി ഒരു ഒവേറിയൻ ഇറിറ്റേഷൻ, എമനോറിയ, സ്കാന്റിമെൻസസിന് കൊടുക്കാൻ പറ്റിയതാണിത്. ഫെറംഫോസ്, ഇപ്പിക്കാക്, മെഡോറിനം, മില്ലിഫോളിയം. മിച്ചെല്ലാം ത്രെട്ടൻ മിസ്കാരേജ്, ഹാബിച്വൽ അബോർഷൻ, ഡിസ്മെനോറിയക്കൊക്കെ കൊടുക്കാൻ പറ്റിയ ഒരു മെഡിസിൻ ആണ് മിച്ചെല്ല. എനിക്കറിയില്ല എത്ര പേര് കൊടുത്തിട്ടുണ്ട് എന്നുള്ളത്. ഇത് നല്ലൊരു മെഡിസിൻ ആയതിനാണ്. ഫോസ്ഫറസ്, സബീന, സിക്കലിക്കോർ, ട്രില്ലിയം, യൂസ്റ്റിലാഗോ, വെറാട്രമാൽ. ബോവിസ്റ്റയുടെ ഒരു കേസ്, ഒരു കുട്ടി ഭയങ്കര സിവിയർ ആയിട്ടുള്ള ബ്ലീഡിങ് ഉണ്ടായിരുന്നു. ഇതുപോലെ തന്നെ ആ കുട്ടിക്ക് കുറച്ച് സ്ട്രെസ്സും ഒക്കെ ഉണ്ടായിരുന്നു. ആ സമയത്ത് ആ കുട്ടി പോസ് ട്രൈ ചെയ്തിട്ട് വന്നിട്ട് നമ്മള് ബോവിസ്റ്റയിൽ നല്ല റിസൾട്ട് കിട്ടിയിട്ടുണ്ട്. ബോവിസ്റ്റ നല്ലൊരു മെഡിസിൻ ആണ്. ഈ കണ്ടിന്യൂസ് ഹെവി ബ്ലീഡിംഗ് ഒക്കെ ഉണ്ടെങ്കിൽ ബോവിസ്റ്റ ഒന്ന് ട്രൈ ചെയ്തോളൂ. ഞാൻ കൊടുത്തത് 30 ആണ്. പിന്നെ അടുത്തത് ഡാർക്ക് ആൻഡ് ക്ലോട്ടഡ് ആണ്, കുറച്ച് സ്പെല്ലിംഗ് മിസ്റ്റേക്സ് ഉണ്ട്. ക്ലോട്ടഡ് മെൻസസ്, എപ്പിസ്, അസാരം യൂറോപ്പിയം, എപ്പിസ്, അസാരം യൂറോപ്പിയം. അസാരം യൂറോപ്പിയം കുറച്ച് ഇറിറ്റേറ്റഡ് ഇൻഡിവിജ്വൽസ് ആണ്. ബോവിസ്റ്റ, കാൽക്കേരിയ ഫോസ്, കോളോഫൈലം. ഈ ബോവിസ്റ്റയുടെ വേറൊരു മെന്റൽ എന്താ അറിയോ, ഇതിന് മാർക്കിംഗ് നട്ട് എന്നാണ് പറയാ. ബോവിസ്റ്റേന് അവര് ഭയങ്കര സെൻസിറ്റീവ് ആ ഈ ആൾക്കാര്. ശരിക്കും ആ എല്ലാ ഇംപ്രഷൻസും അവരുടെ മൈൻഡിലും പെടുന്നതാണ് ദ മെന്റൽ പിക്ചർ ഓഫ് ബോവിസ്റ്റ ഉള്ളത്. പിന്നെ കാൽക്കേരിയ ഫോസ്, കോളോഫൈലം, കാമോമില്ല, സിനിസിഫൂഗ, ചൈന, കോക്കുലസ്, ക്രോക്കസ്, സൈക്ലമൻ, ഹമാമെലിസ്, ഹെലോണിയസ്, ഇഗ്നീഷ്യ, കാലിമൂർ ഉണ്ട്, ക്രിയോസോട്ട് ഉണ്ട്, ലാക്കസിസ്, ലില്ലിയം ടിക്, മെഗ്നീഷ്യം ഫോസ്, നക്സ്മോസ്റ്റാറ്റ, പ്ലാറ്റിന, പ്ലംബമെറ്റാലിക്കം, സബീന, സിക്കലിക്കോർ, തലാപ്സിബേഴ്സ, യൂസ്റ്റിലാഗോ, സാന്തോസൈലം. ഞാൻ എന്തിനാ ഇങ്ങനെ തന്നതെന്ന് വെച്ചാല്
യൂഷ്വലി ഒരു ആള് മെൻസസ് ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ഇറഗുലാരിറ്റി ആയിട്ട് വരുമ്പോൾ ചിലപ്പോൾ നമുക്ക് അവരുടെ കോൺസ്റ്റിറ്റ്യൂഷണൽ മെഡിസിൻ ഒന്നും കണ്ടുപിടിക്കാൻ പറ്റില്ല. അപ്പൊ തൽക്കാലം അതൊന്ന് കുറയ്ക്കുക, പിന്നീട് നമുക്ക് അത് ഡെപ്തിൽ പോകാൻ പറ്റുള്ളൂ ചിലപ്പോൾ. ലൈക്ക് അപ്പൊ അതിന് ഭയങ്കര മാൻഡറ്ററി ആണ് നമ്മൾ അതിന് ബ്ലീഡിങ് നിർത്താന്നുള്ളത്. അല്ലെങ്കിൽ ഒട്ടുമിക്ക പേഷ്യൻസും നമ്മുടെ കയ്യിൽ നിന്ന് അവർ പോയി പോസ് എടുക്കോ അല്ലെങ്കിൽ DNC ചെയ്യോ എന്തെങ്കിലും ചെയ്യാറുണ്ട്. അപ്പൊ ഈ മെഡിസിൻസ് ഒന്ന് ട്രൈ ചെയ്തോളൂ, നല്ല റിസൾട്ട്സ് കിട്ടാറുണ്ട് സാധാരണ. പിന്നെ അടുത്തതുള്ളത് വിക്കേരിയസ് മെൻസ്ട്രസ് ആണ്. വിക്കേരിയസ് മെൻസസ് എന്ന് പറയുമ്പോൾ മെൻസസിന് പകരം വേറെ എവിടെന്നെങ്കിലും ബ്ലഡ് വരിക, ഇതിനാണ് വിക്കേരിയസ് മെൻസസ്. ഇസ് അക്കറൻസ് ഓഫ് cyclical bleeding from an extra genital site such as nose, lungs, stomach, skin and gums during the menstrual period due to suppression, absence or alteration of normal uterine menstruation. Common sites are nose, that is epistaxis, gums, lungs, hemoptysis, stomach, hematemesis, intestine, blood in the stool, UTI, hematuria, rarely bleeding through intact skin or eyes. അപ്പൊ മെൻസസ് വരേണ്ട സമയത്ത് വേറെ എവിടെന്നെങ്കിലും മൂക്കി കൂടിയോ വായി കൂടിയോ ഗം ബ്ലീഡിങ്ങോ. അപ്പൊ യൂഷ്വലി എന്താ പറ്റുക, മൂക്കി കൂടെ സ്റ്റമക്കിൽ കൂടെ ഇൻറ്റസ്റ്റൈനിൽ കൂടെ ഒക്കെ വരാൻ നേരത്ത് നമ്മൾ അത് we will note it as vicarious. But some people come with gingivitis or bleeding gums. അതും ഒരു ടൈപ്പ് ഓഫ് വിക്കേരിയസ് മെൻസസ് ആയിട്ട് നമുക്ക് എടുക്കാൻ പറ്റുന്നതാണ്. അതിനുള്ള മെഡിസിൻസ് ബ്രയോണിയ, ഡിജിറ്റാലിസ്, എറിജറോൺ, യുപിയോൺ, ഫെറംഫോസ്, ഹമമിലിസ്, ഇപ്പിക്കാക്, കാലികാപ്, ലാക്സിസ്, മില്ലിഫോലിയം, ഫോസ്ഫറസ്, പൾസെറ്റ്ല, സബഡില്ല, സാങ്കിനേറിയ. ഇപ്പൊ യൂഷ്വലി റെസ്പിറേറ്ററി ഒക്കെ ഓർക്കുകയാണെങ്കിൽ നമുക്ക് സബഡില്ലയും വി ക്യാൻ തിങ്ക് ഓഫ്, സെനീഷ്യോ, സൾഫർ, ട്രില്ലിയം, യൂസ്റ്റിലാഗോ. ഇതൊക്കെയാണ് വെക്കേറിയസ് മെൻസസിന് നമുക്ക് കൊടുക്കാൻ പറ്റിയ മരുന്നുകൾ. അമോണിയം കാർബും നമുക്ക് ആലോചിക്കാം. പക്ഷെ അത് വിക്കേരിയസ്, അത് യു ക്യാൻ ഈവൻ തിങ്ക് ഓഫ് അമോണിയം കാർബ് ഓൾസോ. അടുത്തതുള്ളത് ഗ്രേറ്റ് വീക്ക്നെസ് ഡ്യൂറിങ് മെൻസസ് ആണ്. അതിന് അലട്രിസ്, അലുമിന, അമോണിയം കാർബ്, കൽക്കേരിയ ഫോസ്, കാർബോ ആനിമാലിസ്, കാർബോവെജ്, ചൈന, കോക്കലസ്, ഡിജിറ്റാലിസ്, ഫെറമെറ്റാലിക്കം, ഹെലോനിയസ്, ഇഗ്നീഷ്യ, മെഗ്നീഷ്യം കാർബ്, നക്സ്മോഷാറ്റ, Nux vomica, pulsatilla, trillium, veratramal. Can I go to the next slide? ഓക്കെ. പിന്നെ കുറച്ച് ബയോകെമിക്സ് ആണിത്. ഡിലേ, ടാർഡി, സ്കാൻറ്റി ഓർ സപ്രസ് മെൻസസിന് കൊടുക്കാൻ പറ്റിയതാണ്. കൽക്കേരിയ ഫോസ് 3x, കാലി ഫോസ് 3x, നാട്രം ഫോസ് 3x, കാലി മൂർ 3x, കാലി സൾഫ് 3x. ഇതൊക്കെ നല്ല ബയോകെമിക് ആണ് ഫോർ സപ്രസ് മെൻസസ്. മെട്രൈറ്റിസ്, ബെയറിംഗ് ഡൗൺ പെയിനും ബ്ലീഡിംഗ് ഒക്കെ ഉണ്ടാവുമ്പോഴും മെനോറേജിയ, മൂന്നിലും ഫെറംഫോസ് ശരിക്കും പറഞ്ഞാൽ ഉപയോഗിക്കാൻ പറ്റിയതാണ്. കാരണം ഈ സപ്രസ് മെൻസസ് ഓൾസോ ക്യാൻ ബി ബിക്കോസ് ഓഫ് അനീമിയ. ഫെറംഫോസ്, കൽക്കേരിയ ഫോസ് 3x, കാലിഫോസ് 3x, കാലിമൂർ 3x, കൽക്കേരിയ ഫ്ലോർ. പിന്നെ അടുത്തത് മെനോറേജിയ ആണ്. ബ്ലീഡിംഗ് ഉണ്ടാവുന്ന ഹെവി ബ്ലീഡിംഗ് ഉണ്ടാവുമ്പോൾ അപ്പോഴും ഫെറംഫോസ്, Calcarea phos, Kali phos, Calcarea floor, natrum sulf 6x. ഈ മെൻസസ് ഇഷ്യൂസ് ഉണ്ടാവുമ്പോൾ നാച്ചുറലി 5th day ഓഫ് മെൻസസിൽ സ്കാൻ ചെയ്യിപ്പിക്കുക എന്നുള്ളത് മാൻഡേറ്ററി ആണ്. സ്കാനിങ്ങിൽ എന്തെങ്കിലും കാണുകയാണെങ്കിൽ അതിന് ബാക്കിയുള്ള പറഞ്ഞ മാതിരി ഹോർമോണൽ അസേ ചെയ്യാന്നുള്ളതും കൂടെ നിർബന്ധമാണ്. പിന്നെ ഈ അനീമിയയുടെ കാര്യം അറിയുന്നത്, അനീമിയ നമ്മൾ എപ്പോഴും ചെക്ക് ചെയ്യണത് 2 പ്രാവശ്യം ചെക്ക് ചെയ്യുക. മെൻസസിന് ജസ്റ്റ് ബിഫോറും മെൻസസ് കഴിഞ്ഞിട്ടുള്ളതും ഹീമോഗ്ലോബിനും സെറം ഫെറിറ്റിനും ചെക്ക് ചെയ്യുകയാണെങ്കിൽ എത്ര ഡിഫറൻസ് വരുന്നുണ്ട്, എത്ര ഹെവി ആയിട്ട് അത് എഫക്ട് ചെയ്യുന്നുണ്ടെന്നും നമുക്ക് അറിയാൻ പറ്റും. ഇത് റെമഡീസ് ആണ്. ഏറ്റവും ആദ്യം അലട്രസ് ഫ്രാക്സിനോസ ആണ്. സോറി, കുറച്ച് സ്പെല്ലിംഗ് മിസ്റ്റേക്ക് വന്നിട്ടുണ്ട്. ഓർ നോൺ ആസ് ട്രൂ യൂണിക്കോൺ റൂട്ട്, സ്റ്റാർ ഗ്രാസ്, കോളിക് റൂട്ട്. Dragging down pains or sensation in the uterus, toning the female reproductive system. Extreme constipation leads to debility. അപ്പൊ ഇതൊരു യൂട്രൈൻ ടോണിക് ആയിട്ട് ഏറ്റവും നന്നായിട്ട് ഒരു ഡ്രാഗിങ് ഡൗൺ സെൻസേഷൻ അല്ലെങ്കിൽ താഴോട്ട് പോണ എന്റെ അവയവങ്ങൾ എന്ന് പറയുന്ന ഒരു കേസസില് ഇത് നല്ലൊരു മെഡിസിൻ ആണ്. വി നോ അതർ മെഡിസിൻസ് ലൈക്ക് ലില്ലിയം ടിക് ആൻഡ് ഓൾ ദ സ്റ്റഫ്. പിന്നെ ഫീമെയിൽ കംപ്ലൈൻസില് മെൻസ്ട്രൽ ഡിസോർഡേഴ്സ്,
പ്രൊഫ്യൂസ്, ഏർലി മെൻസസ്, സ്കാന്റി മെൻസസ്, ഡിലേഡ് മെൻസസ് എല്ലാത്തിനും നമുക്ക് ഉപയോഗിക്കാം. പ്രിമച്വർ ആയിട്ടുള്ള മെൻസസ്, ഒത്തിരി മെൻസസ്, ലേബർ ലൈക്ക് പെയിൻ, സിവിയർ പെയിൻ ഓർ ഡിസ്മെനോറിയ, പെൽവിക് ഹെവിനെസ്, പിന്നെ അതിന് കൂടെ ഉണ്ടാവുന്നത് ക്ഷീണം ഉണ്ടാവും, വീക്ക്നെസ് ഉണ്ടാവും, ഫെറ്റീഗ് ഉണ്ടാവും, അനീമിയ ഉണ്ടാവും, ലേബർ ലൈക്ക് പെയിൻസ്, പിന്നെ ഡൈജഷനും ഇഷ്യൂസും ഉണ്ടാവും. പിന്നെ അതിന്റെ കൂടെ തന്നെ വയറ്റിൽ നിന്ന് പോവാണ്ട് കോൺസ്റ്റിപ്പേഷൻ പ്രോബ്ലംസും ഉണ്ടാവാറുണ്ട്. അടുത്തത് അലോസോക്കട്രിൻ ആണ്. അപ്പം എല്ലാ മെഡിസിൻസും കുറച്ച് 3-4 എഴുതിയിട്ടുള്ളൂ. അത് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഇനി അത് കഴിഞ്ഞിട്ട് അടുത്ത ക്ലാസ്സിൽ ചെയ്യാം. അലോസോക്കട്രിനയുടെ എന്താ വെച്ചാല് ഇവർക്ക് ഏർലി മെൻസസ് ആയിരിക്കും, പിന്നെ പ്രൊഫ്യൂസ് ബ്ലീഡിങ് ഉണ്ടാവും, സഡൻ ഫ്ലോ ഓഫ് ബ്ലഡ് ആയിരിക്കും ഇവരുടെ കൂടെ. അതിന്റെ കൂടെ പൈൽസിന്റെ ഇഷ്യൂസ് ഉണ്ട്, പിന്നെ കോൺസ്റ്റിപ്പേഷനും ഉണ്ട് എന്നൊക്കെ കാണുകയാണെങ്കിൽ നമുക്ക് അലോസോക്കട്രിനെ നമുക്ക് ആലോചിക്കാൻ പറ്റിയതേ ഉള്ളൂ. ഈ പറഞ്ഞ മാതിരി നേരത്തെ വരും അവർക്ക് സഡൻ ഗഷിങ് ഓഫ് ബ്ലഡ് ഉണ്ട്. പിന്നെ അവർക്ക് അതിന്റെ കൂടെ തന്നെ വരുന്ന ഒരു സിംറ്റം ആണ് ബ്ലീഡിങ് പൈൽസ് ഓർ ഹെമറോയിഡ്സ് ഉണ്ടാവാറുണ്ട്. അലോസോ ടിഞ്ചർ ആണോ? മാം ടിങ്ചർ ഉപയോഗിക്കുന്നവര് ടിങ്ചർ ഉപയോഗിക്കാം, ബാക്കി അല്ലെങ്കിൽ ലോവർ പൊട്ടൻസീസ് ഉപയോഗിക്കാം, രണ്ടും നല്ലതാണ്. അലോസ് ഞാൻ യൂഷ്വലി ഹെമറോയിഡ്സിന് ലോവർ പൊട്ടൻസീസ് കൊടുക്കാറുണ്ട്, 30 അങ്ങനെ കൊടുക്കാറുണ്ട്. കൺജഷൻ ഓഫ് പെൽവിക് ഓർഗൻസ്, പ്രൊഫ്യൂസ് ബ്ലീഡിംഗ് ഫ്രം റെക്ടം ഓഫ് കോൺകറന്റ് വിത്ത് മെൻസസ്. അപ്പൊ മെൻസസ് ഉണ്ടാവും, അതിന്റെ കൂടെ നമുക്ക് ബ്ലീഡിംഗ് ഹെമറോയിഡ്സ് ഉണ്ടാവും. വാം വെതറിന്റെ സമയത്ത് അഗ്രിവേറ്റ് ചെയ്യണയാണ് അതിന്റെ ഒരു മൊഡാലിറ്റി. ഇപ്പൊ വേറൊരു മെഡിസിൻ ഉള്ള നമ്മുടെ ആർസാൽബ് ആണ്, അത് കോൾഡ് വെതർ അഗ്രിവേഷൻ ആണെങ്കിൽ ഇത് വാം വെതർ അഗ്രിവേഷൻ ആണ്. അമിലറേഷൻ, കൂൾ എയർ ഓർ കോൾഡ് ആപ്ലിക്കേഷൻസ്. സെൻസേഷൻ ഓഫ് ഹെവിനെസ് ആൻഡ് ഫുൾനെസ് ഇൻ ദ പെൽവിസ്. ഇതൊരു കീ നോട്ട് ആണ്, കാരണം അത് ആ രക്തത്തിന്റെ അവിടെ ആവാം, പെൽവിക് ഏത് ഏരിയയിലാവാം, ഒരു ഹെവിനെസ് അല്ലെങ്കിൽ ഫുൾനെസ് ഫീലിംഗ് ഉണ്ട്, എന്തോ അവിടെ നിറഞ്ഞിരിക്കണു എന്നുള്ള ഒരു ഫീലിംഗ് ആണ്. അത് അലോസിന്റെ ഒരു ടിപ്പിക്കൽ ആണ്. വെൻ ഐ സെറ്റ് ലൈക്കിനോ എന്തോ ഉള്ള മരിയുണ്ട് ഡോക്ടറെ എന്ന് പറയണ, വി ക്യാൻ തിങ്ക് ഓഫ് ഇറ്റ്. നല്ലൊരു മെഡിസിൻ ആണ് ബ്ലീഡിങ്ങിന്, എസ്പെഷ്യലി മെൻസ്ട്രൽ ബ്ലീഡിങ്ങിന് നല്ലൊരു മെഡിസിൻ ആണ് അലോസ്. പിന്നെ ഉള്ളത് അംബ്രാഗ്രേസിയ ആണ്. Delicate, sensitive women with irregular menses, painful periods, offensive discharge between periods. Discharge between periods, leukorrhea or spotting between menstrual periods ഉണ്ടാവും. അതിന് ഇച്ചിരി ഒഫൻസീവ് ആക്രിഡ് എക്സ്കോറിയേറ്റിംഗ് ഡിസ്ചാർജസ് ഉണ്ടാവാറുണ്ട്. പിന്നെ ഇറഗുലർ മെൻസസ് ആണ്, ഒന്നെങ്കിൽ ഒത്തിരി നേരത്തെ ഒത്തിരി ലേറ്റ് അല്ലെങ്കിൽ സ്കാന്റി. പെയിൻഫുൾ ബെയറിംഗ് ഡൗൺ സെൻസേഷൻസ് ഉണ്ടാവും ഇതിനും. ഒട്ടുമിക്ക ഇതിനും ആ താഴോട്ട് വരുന്നു എന്നുള്ള ഫീലിംഗ് ഉണ്ടാവാറുണ്ട്. മെൻസസ് ടു സൂൺ ആഫ്റ്റർ ദ പ്രീവിയസ് വൺ, ഒരു മെൻസസ് കഴിയുമ്പോഴത്തേക്ക് അടുത്ത് വരിക. എമനോറിയ ഫ്രം സപ്രസ്ഡ് മെൻസസ് ഓഫ് ഗ്രീഫ്. ഞാൻ പറഞ്ഞ മാതിരി ഇവർ ഒരു ഡെലിക്കേറ്റ് സെൻസിറ്റീവ് വുമൺ ആണ്. അതുകൊണ്ട് തന്നെ ചെറിയ ചെറിയ വിഷയങ്ങൾ കാരണം അവർക്ക് ഭയങ്കര സങ്കടപ്പെടുക, ഇഗ്നീഷ്യ, നക്സ്മോഷട്ട പോലൊക്കെ അവർക്ക് എന്തെങ്കിലും സങ്കടങ്ങൾ വന്നു കഴിഞ്ഞാൽ ഉടനെ അവരുടെ ചിലപ്പോൾ മെൻസസ് നിന്നുപോകും. അത്രയും സെൻസിറ്റീവ് ആയിട്ടുള്ള ആൾക്കാരാണ്. മെൻസസ് ക്യാൻ ബി ഏർലി, പ്രൊഫ്യൂസ് ഓർ സ്കാന്റി ആൻഡ് ഇറഗുലർ. നേരത്തെ പറഞ്ഞ തന്നെ ഡാർക്ക് ക്ലോട്ടഡ് ഒഫൻസീവ് ഫ്ലോ ഉണ്ടാവും, ബെയറിംഗ് ഡൗൺ പെയിൻ ഉണ്ടാവും, നല്ല വീക്ക്നെസ് ഉണ്ടാവും. അവരുടെ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്ന ഒരു ഡെലിക്കേറ്റ് ആയിട്ട് തിൻ വീക്ക് ഇൻഡിവിജ്വൽസ് ആണ്. പൊതുവെ ഒരു മെലിഞ്ഞ പ്രകൃതമായിരിക്കും, പക്ഷെ വേഗം ഇറിറ്റേറ്റഡ് ആവും. കാരണം ഇവർ ഓൾറെഡി ഇവർക്ക് ഈ ബ്ലീഡിങ് ഡിസോർഡേഴ്സ് കൊണ്ടൊക്കെ ഒരു ക്ഷീണം ഉണ്ടാവുന്ന ആൾക്കാർ നാച്ചുറലി അവർക്ക് വയ്യായ്മ കൊണ്ട് അവര് കോറൽസം ആവും, പീവിഷ് ആവും, ടച്ച് ആവും, ക്രോസ് ആവും. അപ്പൊ നമ്മൾ അതിനെ ലൈക്ക് യുനോ അതൊരു സ്റ്റാൻഡേർഡ് അവരുടെ ബിഹേവിയർ ആയിട്ട് എടുക്കാൻ പറ്റില്ല. അപ്പൊ നമുക്ക് ഇങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻസും ചോദിക്കണം. ഈ ഇങ്ങനെ മെൻസസ് ഒന്നും ഇല്ലാണ്ട് കുറച്ച് ദിവസം 10-15 ദിവസം കഴിയുമ്പോൾ നോ ദെൻ ഷീ ഈസ് വെരി ഹാപ്പി, നോർമൽ എന്നൊക്കെ പറയുമ്പോഴാണ് നമ്മൾ എന്താണ് കാരണം എന്ന് ചിലപ്പോൾ നമുക്കത് മനസ്സിലാവാം. ആങ്ഷ്യസ് ആൻഡ് റെസ്റ്റ്ലെസ്, മച്ച് വറി അബൌട്ട് ഹെൽത്ത് ആൻഡ് ഫാമിലി. ഈ റെസ്റ്റ്ലെസ്നെസ് പൊതുവെ നമുക്ക് ആർസാൽബിലും കാണാറുണ്ട്, ഇത്രയും റെസ്റ്റ്ലെസ്നെസ്. അമൽറേഷൻ, ഓപ്പൺ എയർ, ഫീൽസ് ബെറ്റർ ഇൻ ദ ഫ്രഷ് ഓപ്പൺ എയർ, അഗ്രിവേഷൻ, ക്ലോസ് റൂംസ്. ആർസാൽബ് കാര്യം വന്നിരുന്നു കഴിഞ്ഞാൽ ശരിക്കും കുറെ ബ്ലീഡിങ് ഉണ്ടാവും, ക്ഷീണം ഉണ്ടാവും, പക്ഷെ അവിടെ ഒരു സ്ഥലത്ത് ഇരിക്കില്ല, അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഓടി നടക്കും. അപ്പൊ അതേമാതിരിയാണ് ഇവരും, കുറച്ച് റെസ്റ്റ്ലെസ് ആണ് ഇവര്. പിന്നെ മൈൻഡ് ആൻഡ് ഡിസ്പോസിഷൻ നേരത്തെ പറഞ്ഞ മാതിരി സെൻസിറ്റീവ് ആണ്, ഇറിറ്റബിൾ ആണ്, വേഗം പ്രൊവോക്ഡ് ആണ്. പ്രൊവോക്ഡ് എന്ന് വെച്ചാല് അവര് ചെറിയ ചെറിയ കാര്യത്തിനൊക്കെ നമ്മുടെ കൂടെ വഴക്കുണ്ടാക്കാൻ വരും. അത് പൊതുവെ വീട്ടിൽ അവരും പറയും, ചെറിയ ചെറിയ മെൻസസിന്റെ സമയത്തൊക്കെ അല്ലെങ്കിൽ പൊതുവെ
ഇച്ചിരി വേഗം ദേഷ്യപ്പെടുക അല്ലെങ്കിൽ റിയാക്ട് ചെയ്യുന്ന ആൾക്കാരാണ്. അത് ഒട്ടുമിക്ക ആൾക്കാരും നമ്മൾ എല്ലാത്തിനും റിയാക്ട് ചെയ്യുന്ന ആൾക്കാരാണ് ഇപ്പൊ. വീപ്സ് ഈസിലി, ഫീൽസ് എവറിത്തിങ് ഡീപ്ലി. കാരണം എന്ന് വെച്ചാൽ നമ്മൾ വീപ്പിംഗ് കാണുന്നു, ഒത്തിരി ബ്ലഡ് ലോസ് ഉണ്ടാവണു എന്നൊക്കെ പറയുമ്പോൾ നാച്ചുറലി വിൽ തിങ്ക് ഓഫ് റെമഡീസ് ലൈക്ക് പൾസെറ്റ്ല. I put Ambragracia so that we can think out of the box a little bit. Desire for sympathy and attention. ഞാൻ പറഞ്ഞ മാതിരി റെഗുലർ പൾസെറ്റ്ല ഒരു ഫീച്ചർ മാതിരിയാണ് നമുക്ക് വരുന്നത്. Fearful for the health of loved ones. പിന്നെ weakness, wants to lie down, chillness and headache, especially during menses. Digestive disturbances from emotions. ഇത്രയാണ് ആംബ്രാഗ്രേസിയയുടെ. നെക്സ്റ്റ് വരുന്നത് ആർണിക്കയാണ്. വൺ ഓഫ് ദ ബെസ്റ്റ് റെമഡീസ് ഫോർ ബ്ലീഡിംഗ് ഡിസോർഡേഴ്സ്. മെൻസസ് ഡിലേഡ്, സ്കാൻറ്റി ഓർ സപ്രസ്, ബെയറിംഗ് ഡൗൺ പെയിൻ ഇൻ പെൽവിക് റീജിയൻ, ലോവർ ബാക്കിൽ പെയിൻ ഉണ്ടാവും, താഴോട്ടെല്ലാം വരുന്നു എന്നുള്ള ഫീലിംഗ്. സോർ, ബ്രൂസ്ഡ് ഫീലിംഗ്. ഇവരുടെ ഏറ്റവും നല്ലൊരു ക്ലിനിക്കൽ ഫീച്ചർ അവരെ ബ്രൂസ് സോർഡ് ഫീലിംഗ് ആണ്. ചിലപ്പോൾ അതൊരു മെന്റലി ഓൾസോ അവർക്ക് ആ ഫീലിംഗ് ഉണ്ടാവും. എക്സോസ്റ്റഡ് വിമൻ ആണ് വിത്ത് പെയിൻഫുൾ, ഇറഗുലർ ഓർ സപ്രസ്ഡ് മെൻസസ്. ലീസ്റ്റ് എക്സേർഷൻ അല്ലെങ്കിൽ ഒരു ഇമോഷണൽ ഷോക്ക് വരുമ്പം ആർണിക്കയ്ക്കും ബ്ലീഡിംഗ് ഉണ്ടാവാനുള്ള ചാൻസസ് ഉണ്ടാവും. പെയിൻഫുൾ മെൻസസ്, ബെറ്റർ ഓഫ് ഫ്രം റെസ്റ്റ്. കുറച്ചൊന്ന് അനങ്ങുമ്പോഴത്തേക്കും ബ്ലീഡിംഗ് കൂടുക. നോഷ്യ, വോമിറ്റിംഗ്, ഫെയിൻനെസ് ഡ്യൂറിങ് മെൻസസ്. ഫെയിന്റിംഗ് റെമഡിയിൽ ഒരെണ്ണം നക്സ്മോഷേറ്റ ഉണ്ട്. അതിന്റെ കൂടെ തന്നെ നോഷ്യ, വോമിറ്റിംഗ്, ഫെയിൻറ്റ്നെസ് ഡ്യൂറിങ് മെൻസസ്, ആർണിക്ക ഇസ് ഓൾസോ ദെയർ. എക്സോഷൻ, വീക്ക്നെസ് ആൻഡ് ഇറിറ്റബിലിറ്റി. മെൻസസ് എപ്പോഴും ഡിലേഡ് ആയിരിക്കും, സപ്രസ്ഡ് ആയിരിക്കും. ഓവർ എക്സേർഷൻ കാരണം മേലുവേദന ഉണ്ടാവും, ഗ്രീഫ് കാരണം, ആങ്കർ കാരണം, ഷോക്ക് കാരണം. ബെയറിംഗ് ഡൗൺ പെയിൻ ഇൻ യൂട്രസ് ആസ് ഇഫ് എവറിത്തിങ് വുഡ് കം ഔട്ട്. പെയിൻ എക്സ്റ്റെൻസ് ടു ദ ലോവർ ബാക്ക് ആൻഡ് thigh. Xanthosylatiനുണ്ട് അങ്ങനെ. ഇറ്റ് എക്സ്റ്റെൻസ് ടു ദ thighs. Uterus feels sore, bruised, sensitive, flow scanty, dark or too early. Nausea, vomiting, faintness. Aggravation from motion, riding, exertion, touch, pressure, jar, noise. From emotional shocks, better from rest, lying down, open air, from cool applications. General characteristics എന്ന് പറയുന്നത് ഫീൽസ് പറഞ്ഞ മാതിരി മേല് മുഴുവനും വേദന, ബ്രൂയിസ് ഫീലിംഗ്, ഒത്തിരി ജോലി ചെയ്ത് കഴിഞ്ഞിട്ട് ബ്ലീഡിങ് കൂടുക. പക്ഷെ അവർ ഭയങ്കര സെൻസിറ്റീവ് ആണ് പെയിൻ, അതുകൊണ്ട് തന്നെ അനങ്ങാണ്ടിരിക്കാനാണ് അവർ ഇഷ്ടപ്പെടുക. ഇറിറ്റബിൾ, ഇൻടോളറന്റ് ആൻഡ് ഈസിലി ഒഫൻഡഡ്. ഇറിറ്റബിലിറ്റി ഒരു കോമൺ ഫീച്ചർ ആണ്. കുറെ ബ്ലീഡ് ചെയ്യുന്ന ഏത് സ്ത്രീക്കും മനസ്സിലാക്കാനുള്ളതേ ഉള്ളൂ. അവർക്ക് തീരെ വയ്യാണ്ട് പോയി അടുക്കളയിൽ പോയി ജോലി ചെയ്യാന്ന് പറയുമ്പോൾ അത് ബുദ്ധിമുട്ടാവും. അപ്പൊ അതൊരു കോമൺ ഫീച്ചർ ആയിട്ട് നമുക്ക് എടുക്കാം. ഗ്രേറ്റ് പ്രോസ്ട്രേഷൻ ആൻഡ് വീക്ക്നെസ് ഉണ്ടാവും. ബെറ്റർ ഫ്രം റെസ്റ്റ്, ലൈങ് ഡൗൺ ആൻഡ് ഓപ്പൺ എയർ. ഇറിറ്റബിൾ, സർലി, angered easily, does not want to be disturbed, feeling everything more intensely, anxiety about health and responsibility. പൊതുവെ അവരൊരുമാതിരി ഇറിറ്റേറ്റഡ് ആയിരിക്കും. സെയിം I'm just telling the same thing over and over. വീക്ക്നെസ്, ഫ്രസ്ട്രേഷൻ ഉണ്ടാവും, സോർ ബ്രൂസ്ഡ് ഫീലിംഗ് ഉണ്ടാവും, നോഷ്യ, വോമിറ്റിംഗ് ഉണ്ടാവും, വീക്ക് പൾസ് ഉണ്ടാവും, പിന്നെ കോൾഡ് സ്വെറ്റും ഉണ്ടാവും. നെക്സ്റ്റ് എപ്പിസ് മെലിഫിക്ക ആണ്. ഇതിൽ ഈ പറഞ്ഞ മാതിരി തന്നെ സ്കാൻറ്റി, ഡിലേഡ് ഓർ സപ്രസ്ഡ് മെൻസസ്, മെൻസസ് ടു ഏർലി ആൻഡ് സ്കാൻറ്റി, ബേർണിംഗ്, സ്റ്റിച്ചിങ് പെയിൻ ഉണ്ടാവും. അതിന്റെ കൂടെ മാർക്സ്, അതിന്റെ ഒരു ഇതെന്ന് പറയുമ്പോൾ സ്വെല്ലിംഗ് ഉണ്ടാവും, ബേർണിംഗ് പെയിൻ ഉണ്ടാവും, പിന്നെ ഈ പറഞ്ഞ മാതിരി ഗ്രേറ്റ് സെൻസിറ്റിവിറ്റി ഉണ്ടാവും. സെൻസിറ്റിവിറ്റി ടു ടച്ച്, എസ്പെഷ്യലി ജെനൈറ്റൽസ്, bearing down pains, discharge between periods, acrid burning, excoriating, scanty, delayed, suppressed menses, burning, stitching pain in uterus, swelling, congestion. In between periods, metrorrhagia pole ഉണ്ടാവാറ്, acrid burning ഉണ്ടാവും, excoriating ഉണ്ടാവും. In between menses periods ഉണ്ടാവാറുണ്ട്. റൈറ്റ് ഓവറിയൻ ഇഷ്യൂസ് ഉള്ളവർക്കൊക്കെയും നല്ലൊരു മെഡിസിൻ ആണ്. പക്ഷെ അത് ഇറ്റ് ഹാസ് ടു ബി ഗിവൺ എ ലിറ്റിൽ കോഷ്യസ്ലി. ബെയറിംഗ് ഡൗൺ പെയിൻസ് ഇൻ ദ പെൽവിസ്, amelioration, open air, cold application, gentle pressure during menses in some cases, aggravation, warm room at night, better before and during menses from heat. പിന്നെ general characteristics എന്ന് പറയുന്നത് weak, flabby, emaciated, irritable, touchy. ഇവരും ഭയങ്കര ക്ഷീണിച്ചിട്ടുള്ള ആൾക്കാരാണ്. ഇറിറ്റബിൾ ആയിരിക്കും, ടച്ചി ആയിരിക്കും, ഈ പറഞ്ഞ മാതിരി ഇറിറ്റേറ്റഡ് ആയിരിക്കും. സ്വെല്ലിംഗ് ഓഫ് ഫേസ്, ഐലിഡ്സ്, ജെനൈറ്റൽസ്, ലിംസ്, ഇഡിമാറ്റസ് ടെൻഡൻസി. അപ്പൊ നമ്മൾ ഏതൊരു ഇങ്ങനത്തെ മെൻസ്ട്രൽ പ്രോബ്ലം ഉണ്ട് അതിന്റെ കൂടെ
കാലിന്റെ അവിടെ വീക്കം, എവിടെയെങ്കിലും കൈയിന്റെ അവിടെ വീക്കം എന്നൊക്കെ പറഞ്ഞ് ഇഡീമ ടെൻഡൻസി ഉണ്ടെങ്കിൽ വി ക്യാൻ ഈവൻ തിങ്ക് ഓഫ് അപ്പിസ് മെലിഫിക്ക. അമിൽറേഷൻ ഓപ്പൺ എയർ. പിന്നെ ഈ പറഞ്ഞ മാതിരി എപ്പിസ് മെലിഫിക്കയും വേഗം ഇറിറ്റേറ്റഡ് ആയി വഴക്കുണ്ടാക്കാൻ വരുന്ന ഒരു യുനോ പേഴ്സണാലിറ്റി ആണ്. അതുകൊണ്ട് തന്നെ പലപ്പോഴും ഈ ലേഡീസിന് ഒത്തിരി ഇഷ്യൂസ് ഒക്കെ വരുന്ന ഇങ്ങനെ ഒരു കേസ് ഉണ്ട്. കാരണം അവർക്ക് ഈ കണ്ടിന്യൂസ് ബ്ലീഡിങ് വന്നുകൊണ്ടേ ഇരിക്കുക. അവര് എന്റെ ഈ ഹസ്ബൻഡ് വന്ന് പറയണത് എപ്പോഴും ഒരു ഇറിറ്റേറ്റഡ് ആയിട്ടുള്ള ഒരു പേഴ്സണാലിറ്റി ആണ്. അപ്പം ലൈക്ക് യുനോ അവർക്കത് ചിലപ്പം ദേ വിൽ നോട്ട് ബി ഏബിൾ ടു യുനോ അണ്ടർസ്റ്റാൻഡ് വാട്ട് ദ ലേഡി ഈസ് ഗോയിങ് ത്രൂ. എന്താണ് ഈ സ്ത്രീക്ക് എന്താ നടക്കണേന്നോ അല്ല എന്താ ആവണേന്നോ. ഇപ്പൊ പറഞ്ഞ മാതിരി ഡെങ്കിക്ക് ഇത്രയും ക്ഷീണുണ്ടെന്ന് ഡെങ്കി വരുന്ന ആൾക്കാരെ കറക്റ്റ് ആയിട്ട് ഡിസ്ക്രൈബ് ചെയ്യാൻ പറ്റുള്ളൂ. മറ്റേത് നമ്മൾ തിയറി ആയിട്ട് ക്ഷീണം എന്ന് പഠിക്കണേ ഉള്ളൂ. അപ്പൊ ആ ഒത്തിരി ബ്ലീഡിങ് ഉണ്ടായി വയ്യാണ്ടിരിക്കുന്ന ആൾക്കാര് അവര് എന്താന്നുള്ളത് നമ്മൾ കൊടുത്തു കഴിയുമ്പോൾ അത് നല്ല ബെറ്റർ ആയി കഴിയുമ്പോൾ അവരുടെ ആ റിലാക്സേഷൻ യുനോ ഫീലിംഗ് വളരെ ഇതാണ്. അപ്പൊ എന്താ പറ്റാന്ന് വെച്ചാൽ അതിന്റെ കൂടെ തന്നെ ഞാൻ ചിലപ്പോൾ പറയാറുണ്ട്, യുനോ യു ഡോണ്ട് അധികം പ്രിപ്പയർ ചെയ്യാണ്ടിരിക്കുക ഫുഡൊക്കെ വീട്ടില്. കുറച്ച് അധികം അപ്പോഴും എല്ലാം ക്ലീൻ ചെയ്യണം. ഇങ്ങനെ ചെറിയ ചെറിയ കാര്യങ്ങൾക്കൊക്കെ അത്രയും ഇമ്പോർട്ടൻസ് കൊടുക്കാണ്ടിരിക്കുക. വീട് വൃത്തിയായിട്ടില്ലെങ്കിലും കുഴപ്പമില്ല. ഇങ്ങനെയൊക്കെ ഒന്ന് നമ്മൾ അവരെ കൗൺസിൽ ചെയ്യണത് നല്ലതാണ്. പിന്നെ ഇംപേഷ്യന്റ് ആണ്, റെസ്റ്റ്ലെസ് ആണ്, ഇവർക്കും ആങ്സൈറ്റി ഉണ്ടാവും, ഫിയർ നെർവസ്നെസ് ഉണ്ടാവും, സിമ്പത്തി അറ്റൻഷൻ ഇവർക്കും ബെറ്റർ ആണ്. തിൻ ഫ്ലാബി സ്വെല്ലിംഗ് ഉണ്ടാവും, ഇഡിമാറ്റസ്, ബേണിംഗ് പെയിൻ, സെൻസിറ്റീവ് ടു ടച്ച്, ബെറ്റർ ഇൻ ഓപ്പൺ എയർ, തേഴ്സ്റ്റ്ലെസ്നെസ് ആൻഡ് ഡിസയർ ഫോർ സ്മോൾ സിപ്സ് ഓഫ് വാട്ടർ ലൈക്ക് ആർസനിക് ആൽഗ. നെക്സ്റ്റിലേക്ക് പോവാം. അസാരം യൂറോപ്യം ആണ്. ഇതില് വൺ ഓഫ് ദ ബെസ്റ്റ് റെമഡീസ് ഫോർ വെരി നെർവസ് സെൻസിറ്റീവ് വിമൻ വിത്ത് പെയിൻഫുൾ ഇറഗുലർ മെൻസസ് ആൻഡ് ഒഫൻസീവ് ഡിസ്ചാർജ് ആണ്. ഈ അസാരം യൂറോപ്യത്തിന്റെ നെർവ്സ് ഭയങ്കര സെൻസിറ്റീവ് ആണ്. അവർക്ക് നോയ്സ് ഭയങ്കര സെൻസിറ്റീവ് ആണ്. യൂഷ്വലി ഈ എന്റെ ഒരു കേസ് ഒരു ADHD ഓട്ടിസത്തിന്റെ കേസ്, ആ കുട്ടി ചെറിയ ഒച്ച വരുമ്പോഴത്തേക്ക് ഇങ്ങനെ കാത് ഇങ്ങനെ അടച്ചിരിക്കും. അതിന് ആ കുട്ടിക്ക് ഈ അസാരം യൂറോപ്യത്തിൽ നല്ല ഡിഫറൻസ് വന്നിട്ടുണ്ട്. അത്രയും സെൻസിറ്റീവ് ആണ് നോയ്സിൽ. അവര് ഇങ്ങനെ ചെറിയ ഇങ്ങനെ റസ്ലിംഗ് ഓഫ് പേപ്പർ ഓൾസോ അവർക്ക് ചിലപ്പോൾ അത് ഭയങ്കരമായിട്ട് സെൻസിറ്റീവ് ആണ്. Menses too early, too profuse, too scanty, suppressed with continuous leukorrhea, dark, acrid, offensive discharge between periods, bearing down pains, vacuum pelvic areal pain, colicky pain, nausea, vomiting, faintness ഉണ്ടാവും. ഇതുപോലെ തന്നെയാണ് too early, profuse, too scanty, suppressed, but leukorrhea continues, offensive, acrid discharge between periods, bearing down pains, pain extending to the back and thigh, nausea, vomiting, faintness during menses, open air, walking in open air from rest, gentle exercise, amelioration, closed rooms, from cold at night, from mental exertion, worry, from anger, excitement, very weak, exhausted, prostrated. ഇത് പറഞ്ഞ മാതിരി തന്നെ ഇറിറ്റബിൾ, ചില്ലി, amelioration, open air, സെൻസിറ്റിവിറ്റി, നെർവസ് വീക്ക്നെസ് ഉണ്ടാവും. ഇതൊക്കെ ഓൾമോസ്റ്റ് സിമിലർ കംപ്ലൈൻസ് തന്നെയാണ് ഇവർക്ക് എല്ലാവർക്കും ഉണ്ടാവുന്നത്. ഇവരും തിന്നാണ്, എമേസേറ്റഡ് ആണ്, ചില്ലി ആണ്, സ്വെറ്റിംഗ് ഉണ്ടാവും ഫേസിലും ഹാൻഡ്സിലൊക്കെ. ഫാറ്റ് ഫുഡിനോട് അവേർഷൻ ഉണ്ടാവും, നോസിയ, വോമിറ്റിംഗ് ഡ്യൂറിംഗ് മെൻസസ്, ഹെഡേക്ക് സ്പെഷ്യലി ഡ്യൂറിംഗ് മെൻസസ്, പെയിൻ ഇൻ ദ ബാക്ക് ആൻഡ് പെൽവിസ്. ഈ അസാരം യൂറോപ്യത്തിന്റെ ഏറ്റവും കൂടുതലുള്ളത് ആ സെൻസിറ്റിവിറ്റി ആണ്. സെൻസിറ്റീവ് ടു എവറി ഇംപ്രഷൻ, എസ്പെഷ്യലി വിത്ത് ലൈക്ക് നെർവ്സ് ഒക്കെ ഭയങ്കര സെൻസിറ്റീവ് ആയിരിക്കും. ഇവർക്ക് ഇതിന്റെ കൂടെ തന്നെ അവരുടെ ബി കോംപ്ലക്സ് എത്രയാന്നുള്ളത് ഒന്ന് നോക്കുക ആൾക്കാരുടെ. കാരണം എന്താ വെച്ചാല് ബി കോംപ്ലക്സിന്റെ ഡെഫിഷ്യൻസി ഉണ്ടെങ്കിലും ആ ഇറിറ്റബിലിറ്റി എക്സ്ട്രീം ആയിരിക്കും, ക്ഷീണം എക്സ്ട്രീം ആയിരിക്കും, ഡിപ്രഷൻ ഉണ്ടാവാനുള്ള ചാൻസസ് ഉണ്ടാവാറുണ്ട്. അപ്പൊ ബി കോംപ്ലക്സിന്റെ ലെവൽ ഒന്ന് നോക്കുക. പിന്നെ യു ക്യാൻ ഗീവ് സപ്ലിമെന്റ്സ്. പെല്ലഡോണ ആണ് അടുത്തത്. സപ്രസ്ഡ് menses, sudden suppression of menses from fright, anger, sun exposure, getting feet wet. Scanty or delayed menses, menses comes late, small quantities la. Congestive menses with throbbing, pulsating pain, fullness in the pelvic region. പിന്നെ ഡാർക്ക് പ്രൊഫ്യൂസ്, എല്ലാത്തിനും കൊടുക്കാൻ പറ്റിയ ഒരു മരുന്നാണ് അത്. ഡാർക്ക് റെഡ് ഹാർഡ് ക്ലോട്ട്സ് വിത്ത് കോൺസ്റ്റന്റ് ബെയറിംഗ് ഡൗൺ സെൻസേഷൻ, അക്യൂട്ട് വയലന്റ് മെൻസ്ട്രൽ പെയിൻ, ക്രാംസ് ഉണ്ടാവും, കട്ടിങ് സ്റ്റിച്ചിങ് പെയിൻ ഉണ്ടാവും, സ്ലൈറ്റസ്റ്റ് മോഷൻ ടച്ചിലൊക്കെ അഗ്രവേഷൻ ഉണ്ടാവും, ഹീറ്റ് ത്രോബിംഗ് ഡ്യൂറിംഗ് മെൻസസ്, ഫേസ് ഫ്ലഷ്ഡ് ആയിരിക്കും, റെഡ് ആയിരിക്കും, ത്രോബിംഗ്, സെൻസിറ്റീവ് ടു ലൈറ്റ്, നോയ്സ്, ടച്ച്. ടിപ്പിക്കൽ ഒരു തലവേദന വന്നിട്ട് അതിന്റെ കൂടെ ചിലപ്പോൾ ഹെഡേക്ക് ഉണ്ടാവും.
പിന്നെ ഇറിറ്റബിലിറ്റി ആൻഡ് റെസ്റ്റ്ലെസ്നെസ് ബിഫോർ ആൻഡ് ഡ്യൂറിങ് മെൻസസ്, അവേർഷൻ ടു കമ്പനി. അവർക്ക് പോയി എവിടെയെങ്കിലും പോയി ഇരിക്കാന്നുള്ളതായിരിക്കും അവർക്ക് ഏറ്റവും കംഫർട്ടബിൾ ആയിട്ടുള്ളത്. ഡാർക്ക് ആയിട്ടുള്ള റൂമിലൊക്കെ ആണെങ്കിൽ നല്ലത്. നെക്സ്റ്റ് കോവിസ്റ്റ് ആണ്. ഇനി എത്ര എണ്ണം ഉണ്ട് ഡോക്ടറെ? 23 ഇത് 10, നിർത്തട്ടെ 20, എന്നാ. 10, ഞാൻ 23. എന്താ ഇപ്പൊ നിർത്തിയാൽ നമുക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും സംശയങ്ങളോ എന്തെങ്കിലും ബെൽഡോണ വരെ കൊണ്ട് നിർത്താം. മെല്ലനോട് വെച്ച് നിർത്താം. ശരി. ഓക്കെ. ആ. അപ്പൊ എന്തായാലും വളരെ നല്ലൊരു ക്ലാസ് ആയിരുന്നു. നമ്മൾ ഡിസ്മനോറിയയ്ക്ക് പ്രതീക്ഷിക്കാത്ത കുറച്ച് മെഡിസിനുകളും ഡോക്ടർ പറഞ്ഞു. അസാറും ഒന്നും നമ്മള് സത്യത്തിൽ ഞാൻ ഇതുവരെ പ്രതീക്ഷിച്ചിട്ടില്ല. അസാറും ഒരു മെൻസ്ട്രൽ കംപ്ലൈന്റിന് അങ്ങനെ നമ്മൾ മറ്റേ അഡിക്ഷന് കൊടുക്കുന്ന അങ്ങനെയൊക്കെ ആയിരിക്കും മാം, അത്രേ ഉള്ളൂ. ഈ പറയുന്ന എല്ലാ മെൻസസിന്റെ സമയത്തും വരുന്ന സിംറ്റംസ് ഒക്കെ മോറോലെസ് സെയിം ആയിരിക്കും. പിന്നെ അതിൽ നിന്ന് നമ്മൾ ആ കോൺസ്റ്റിറ്റ്യൂഷൻ ഒക്കെ കണ്ടുപിടിക്കാന്ന് പറയുമ്പോൾ ഇപ്പൊ പറഞ്ഞ മാതിരി ആ സമയത്ത് ചിലപ്പോൾ നമുക്ക് കോൺസ്റ്റിറ്റ്യൂഷൻ വയ്യാണ്ടിരിക്കുന്ന ഒരാൾക്ക് ക്ഷീണം വരുമ്പോൾ ഇറിറ്റബിൾ എന്ന് പറയുമ്പോൾ അവരുടെ കോൺസ്റ്റിറ്റ്യൂഷൻ ഇറിറ്റബിലിറ്റി അല്ല, ഇറിറ്റബിൾ കോൺസ്റ്റിറ്റ്യൂഷൻ അല്ല അവര്. ഇപ്പം അവര് ക്ഷീണം വരുന്നു എന്ന് പറയുമ്പോൾ അവര് ആ യുനോ അതിലാണ് നമുക്ക് ബുദ്ധിമുട്ടാവുന്നത് ചിലപ്പോൾ ആ കോൺസ്റ്റിറ്റ്യൂഷൻ കണ്ടുപിടിക്കാൻ നേരത്ത്. അത് തീർച്ചയായിട്ടും. അപ്പൊ അക്യൂട്ട് മെഡിസിൻ ആയിട്ട് ഇതൊക്കെ നമുക്ക് കൊടുത്ത് മാനേജ് ചെയ്ത ശേഷം then we can think of ഓക്കെ പോളിക്രസ്റ്റ് അല്ലെങ്കിൽ കോൺസ്റ്റിറ്റ്യൂഷണൽ റെമഡി. ഓക്കെ. അപ്പോ നമുക്ക് ഇനി എന്തെങ്കിലും ഡോക്ടേഴ്സിന് സ്ക്രീനോടൊന്ന് ക്ലോസ് ചെയ്താലേ എല്ലാരെയും കാണാം. ഡോക്ടേഴ്സിന് എന്തെങ്കിലും സംശയം ഇപ്പൊ ഇന്നത്തെ ക്ലാസ്സിനെ കുറിച്ചുള്ള സംശയങ്ങളോ എന്തെങ്കിലും അഭിപ്രായങ്ങളോ ഉണ്ടെങ്കിൽ ഒന്ന് ഹാൻഡ് റൈസ് ചെയ്ത് ചോദിക്കണേ. ക്ലാസ്സിനെ കുറിച്ചുള്ള അഭിപ്രായം, എന്തെങ്കിലും സംശയം, എന്തെങ്കിലും സ്പീഡ് കൂടി എഴുതാൻ വിട്ടുപോയിട്ടുണ്ടോ അതോ എന്തും ചോദിക്കാം. ആരും ഒന്നും പറയുന്നില്ലല്ലോ. മകളുടെ ക്ലാസ്സിനെ കുറിച്ച് അമ്പാടിയമ്മയ്ക്ക് എന്താണ് പറയാനുള്ളത് ചോദിക്കാം. അമ്പാടിയമ്മ അൺമ്യൂട്ട് ചെയ്ത് സംസാരിക്കാം. ഈ മോൾ എപ്പിസ് കൊടുക്കുമ്പോ കോൺഷ്യസ് ആയിരിക്കണം എന്ന് പറഞ്ഞു. എന്താ അങ്ങനെ പറയാൻ കാര്യം? ചിലപ്പം റൈറ്റ് ഓവേറിയൻ പെയിനോ അല്ലെങ്കിൽ ചിലപ്പോൾ ഹെമറേജിക് സിസ്റ്റോ ഉണ്ടെങ്കിൽ റൈറ്റ് സൈഡില് അത് ബേസ്റ്റ് ആവാനുള്ള ചാൻസസ് ഉണ്ടാവും. സ്മെല്ലിഫിക്കൊക്കെ അങ്ങനെ ഉണ്ടാവും. അപ്പൊ ഓവറീസോ അങ്ങനെ ഉണ്ടെങ്കിൽ ഹെമറേജിക് സിസ്റ്റ് ഇതിൽ കുറച്ചൊന്ന് കോഷ്യസ് ആയിട്ട് മകളുടെ ക്ലാസ് ഒക്കെ ഇഷ്ടപ്പെട്ടു കാണും. അറിയണ ആൻസർ തന്നെയാണ്, എന്നാലും റെക്ടിഫൈ ചെയ്യാണ് എന്നെ കൊണ്ട്. ഒന്നും കൂടെ നല്ലായിരുന്നു, നല്ല പ്രിപ്പറേഷൻ ആയിരുന്നു. 2 ദിവസം കൊണ്ടാണ് മോൾ ചെയ്തത്. റിയലി ഒരു അപ്രീഷ്യബിൾ. 2 ദിവസം കൊണ്ടല്ലേ മോള് ചെയ്തത്. അതുകൊണ്ട് വീട്ടിൽ ജോലിയും ഇതും എല്ലാം ഇത്തിരി ഇടയ്ക്ക് ചെയ്തിട്ട് ഇത്രയും നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. വെരി ഗുഡ്, വെരി ഗുഡ്. താങ്ക് യു. പിന്നെന്തോ വേണം. പിന്നെ ഇനി ഇതിൽ കൂടുതലൊരു അംഗീകാരം കിട്ടാനില്ലല്ലോ. അമ്മമാര് ചിലപ്പോ വേറെ എന്തെങ്കിലും പ്രശ്നം പറയും. അത് മമ്മി പറയും. അത് ഞാൻ പണ്ട് തുടക്കത്തിലൊക്കെ ഞാൻ മമ്മിയോട് പറയായിരുന്നു, എന്തിനാ എല്ലാ പ്ലാറ്റ്ഫോമിലും പറയണേ, എന്റെ അടുത്ത് പതുക്കെ പിന്നെ പറഞ്ഞുകൂടായിരുന്നു എന്ന്. അപ്പൊ മമ്മി പറയില്ല, ഞാൻ ഐ എം ജസ്റ്റ് വൺ ഓഫ് ദ ഡോക്ടേഴ്സ്. ഓക്കെ. അപ്പൊ അമ്മ പ്രിജുഡിസ് അല്ല, അൺപ്രിജുഡിസ്ഡ് ഒബ്സർവർ ആണ്. മാമിന് അറിയില്ല, ഞാൻ തുടക്കത്തിലൊക്കെ ഞാൻ ക്ലിനിക്കില് എനിക്ക് ആദ്യമൊക്കെ വരുമ്പോ ഞാൻ മമ്മിയോട് ചോദിക്കും, ഈ അസുഖത്തിന് ഏതാ മെഡിസിൻ എന്ന് പറഞ്ഞാ മമ്മി എന്റെ അടുത്ത് പറയും ഈ ബുക്കിൽ പോയി അത് റെഫർ ചെയ്യാൻ പറയും, അല്ലാണ്ട് റെഡിമെയ്ഡ് ആയിട്ട് തരത്തേ ഇല്ല. എന്നിട്ട് ഞാൻ അവിടെ നിന്ന് കഷ്ടപ്പെട്ട് റെഫർ ചെയ്യണോ, അപ്പൊ ഒന്നും റെപ്പർട്ടറി ഇതൊന്നും ഇല്ലല്ലോ. അപ്പൊ 1999 പേഴ്സായിട്ടുള്ള ആളാണ് ഞാനിപ്പോ. അപ്പം അപ്പൊ ഒന്നും റെപ്പർട്ടറി ഒന്നും അത്രയും ഇല്ല കയ്യില്. അപ്പൊ എല്ലാ ബുക്ക് ഇരുന്ന് തപ്പി പിന്നെ അധ്വാനിച്ച് കണ്ടുപിടിക്കട്ടെ. ഓക്കെ. വൈദ്യര് ഡോക്ടറെ വീഡിയോ ഒക്കെ ഓൺ ആക്കിയായിരുന്നല്ലോ, അഡ്മിറ്റ് ചെയ്ത് സംസാരിക്കാം.
വൈദ്യര് ഡോക്ടറെ അൺമ്യൂട്ട് ചെയ്യാമോ? ആ ഓക്കെ. കേൾക്കുന്നുണ്ടല്ലോ. അതെ സർ, കേൾക്കണ്ട്. ഒരു ചെറിയ അഭ്യർത്ഥന മാത്രമേ ഉള്ളൂ. സർ, ആ അമ്മയ്ക്ക് പേരുദോഷം ഉണ്ടാക്കല്ലേ. ഇപ്പൊ നല്ല പേരാ ഞങ്ങൾക്ക് അമ്മാടിയമ്മ എന്ന് പറഞ്ഞ ഞങ്ങൾക്ക് വലിയ സ്നേഹവും ബഹുമാനവും ഒക്കെയാ. അപ്പം മോള് രംഗപ്രവേശം ചെയ്താലേ ഈ ഡോക്ടറുടെ വില, അമ്പാടിയമ്മ ഡോക്ടറുടെ വിലയൊക്കെ പോകും. മോള് മതിയെന്ന് പറയും ഞങ്ങളെ. മമ്മിയുടെ റെമഡീസ് ആണ് ഞാൻ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഡോക്ടറെ. അതുകൊണ്ട് എനിക്ക് സർ, അതുകൊണ്ട് എനിക്ക് യുനോ ആ വിഷമം ഇല്ല. കാരണം മമ്മിയുടെ തന്നെയാ ഈ മെഡിസിൻസ് ഒക്കെ പറഞ്ഞുകൊണ്ടിരിക്കണേ ഞാന്. അല്ല എന്തായാലും കാര്യം ഒന്നുകൂടെ ഉയർന്ന അപ്ഡേറ്റ് വേർഷനാണ് വന്നത്. അതിൽ വളരെ നന്ദിയുണ്ട്. അത് ഡോക്ടറെ ന്യൂജൻ ആയതുകൊണ്ടാണ്. അതെ അതെ. അല്ല വൈദ്യരെ ബാംഗ്ലൂർ എന്ന് ആശയുടെ അമ്മ എന്നാ. അതാണ് ഞാനും പറയാൻ തുടങ്ങി. ഡോക്ടർ ആശയുടെ അമ്മ എന്നാ. നല്ല കാര്യം, അങ്ങനെ വേണമല്ലോ. അഭിമാനിക്കുന്നില്ലേ? അഭിമാനം ഉണ്ടാകുന്നില്ലേ? എന്തായാലും കേരളത്തിൽ വരുമ്പോ ഞങ്ങൾ അമ്പാടിയമ്മയുടെ മോളെന്നേ പറയും. അത്രേ ഉള്ളൂ. അതറിഞ്ഞ കേരളത്തിൽ വരുമ്പോ അമ്പാടിയമ്മയുടെ മോൾ. ഓക്കെ ഓക്കെ. അപ്പൊ ഇനി ആർക്കെങ്കിലും ജസ്റ്റ് എന്തെങ്കിലും ഒന്ന് പറയണമെന്ന് തോന്നുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പറയാം. ഇല്ലെങ്കിൽ നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാനുള്ള സമയമായി. ആർക്കെങ്കിലും എന്തെങ്കിലും പറയാനുണ്ടോ? ഇല്ല, നേരത്തെ പറഞ്ഞ പോലെ തന്നെ അതിഗംഭീരം. പിന്നെ നമുക്ക് ഇതിന്റെ രണ്ടാം ഭാഗം കൂടി ഒന്ന് അപ്പൊ ഇനി അടുത്തത് കുറച്ച് റെയർ ആയിട്ടുള്ള മെഡിസിൻസ് ഒക്കെ കൊണ്ടുവരാൻ സർ. ലൈക്ക് ഇനി ഇപ്പൊ അത്രേ എനിക്ക് സമയം കിട്ടിയുള്ളൂ, കുറെ ഉണ്ടായിരുന്നില്ലേ. ഇന്നത്തെ ക്ലാസ്സിന് ഡോക്ടർക്ക് നല്ലൊരു ക്ലാസ്സിന് വേണ്ടി നന്ദി പറയുന്നതിന് വൈദ്യര് ഡോക്ടറെ തന്നെ ക്ഷണിക്കും. ഹലോ. ഞാൻ പറയാനുള്ള എല്ലാം പറഞ്ഞല്ലോ. ഇനി എന്ത് പറയാനേ? ഇനി നന്ദി മാത്രം പറഞ്ഞാൽ കാര്യം വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് വളരെയധികം മരുന്നുകളും ഒക്കെ കവർ ചെയ്തു. പതോളയൊക്കെ നന്നായിട്ട് കവർ ചെയ്തു. വളരെ ഫലപ്രദമായ ഒരു ക്ലാസ് ഞങ്ങൾക്ക് എല്ലാം തന്നതിന് ഞങ്ങൾ വളരെ കടപ്പെട്ടിരിക്കുന്നു, സ്നേഹിക്കുന്നു, ആദരവ് നൽകുന്നു. എന്തായാലും ക്ലാസ് വളരെ നന്ദി. ഇതിന് പങ്കെടുത്ത എല്ലാവർക്കും, പ്രത്യേകിച്ചും മോളെ കേട്ടിരുന്ന അമ്മയ്ക്കും പിന്നെ വിദ്യാർത്ഥികളായിട്ടുള്ളവർക്കും സ്ത്രീകൾക്കും എല്ലാവർക്കും നന്ദി രേഖപ്പെടുത്തുന്നു. ഓക്കെ. വൈദ്യര് ഡോക്ടർക്കും പ്രത്യേകം നന്ദി അറിയിക്കുന്നു. ഇനിയും ഒരുപാട് ഉയരങ്ങളിൽ എത്താൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. എന്തായാലും നമുക്ക് ഇന്നത്തെ പ്രോഗ്രാം വൈൻഡപ്പ് ചെയ്യാനുള്ള സമയമായി. നാളെ ഇതേ സമയം കാണുമ്പോഴേക്കും എല്ലാവർക്കും നന്ദിയും ശുഭരാത്രിയും നേർന്നുകൊണ്ട് നിർത്തുന്നു. നമസ്കാരം. Good night. Good night. Good night.